കൗമാര ജീവിതശൈലി എന്ന ഈ ഗൂഗിൾ മീറ്റ് നമുക്കിവിടെ ആരംഭിക്കാം. തുടക്കം നമുക്ക് ഒരു NSS ഗീതത്തോടെ തന്നെ തുടങ്ങാം. നമ്മുടെ ചാപ്പനങ്ങാടി PMSA VHSS ചാപ്പനങ്ങാടിയിലെ NSS വോളണ്ടിയർ ആയ വിനയെ NSS സോങ് ആലപിക്കാനായി ക്ഷണിക്കുന്നു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവരത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവരത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ ചിത്തികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ ചിത്തികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുര്യ വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവരത്തിൻ ചില്ലയിലെല്ലാം. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക ഇടങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവരത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. താങ്ക് യു വിനയ. പ്രിയപ്പെട്ടവരെ, ചാപ്പനങ്ങാടി PMSA VHSS നാഷണൽ സർവീസ് സ്കീം കൗമാര ജീവിതശൈലി എന്ന സാധാരണ ക്ലാസ്സിൽ ഒരു ഗൂഗിൾ മീറ്റ് വഴി സംഘടിപ്പിക്കുകയാണ്. ആ ഗൂഗിൾ മീറ്റിൽ ഒത്തുചേരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സായാഹ്ന സമയത്ത് ഈ ഗൂഗിൾ മീറ്റ് വഴി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് പരിപാടിക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയും നമ്മുടെ കുറ്റിപ്പുറം മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഉബൈദുള്ള സാർ ഇന്ന് നമ്മോടൊപ്പം ഈ ഗൂഗിൾ മീറ്റിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ സെഷനിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നീട് നമ്മുടെ ഈ കൗമാര ജീവിതശൈലി എന്ന സാധാരണ ക്ലാസ്സിന്റെ പ്രധാന വിഷയം നമ്മുടെ കൗമാര പ്രായക്കാരായ നമ്മുടെ വിദ്യാർത്ഥികളുടെ ദിനചര്യയെ പറ്റിയാണ്. ഇപ്പൊ നമുക്കറിയാം, ദിനചര്യ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഉറങ്ങാനൊരു സമയമുണ്ട്, ഉണരാനൊരു സമയമുണ്ട്, കഴിക്കാന് ഭക്ഷണം, ദാഹം, വിശപ്പ്, ദഹനം, ഇതിനൊക്കെ നമുക്കൊരു നല്ല താളമുണ്ട് നമ്മുടെ ശരീരത്തിന്. ഈ താളമാണ് നമ്മുടെ കൃത്യമായ ദിനചര്യ എന്ന് പറയുന്നത്. ഈ ദിനചര്യക്ക് ഏതെങ്കിലും കാരണവശാൽ മനുഷ്യന്റെ സ്വഭാവ രീതിയിലോ ഭൂപ്രകൃതിയിലോ മനുഷ്യന്റെ പ്രകൃതിയിലോ എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മുടെ ഈ ദിനചര്യക്ക് കോട്ടം വരുന്നു. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് നമ്മുടെ ഈ നല്ല ദിനചര്യക്ക് കോട്ടം വരാൻ അനുകൂലമായ ഒരു കാലാവസ്ഥയാണുള്ളത്. വിദ്യാർത്ഥിനികളായ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ കോവിഡ് കാരണം വീട്ടിനുള്ളിൽ സ്കൂളിൽ പോകാൻ കഴിയാതെ വീട്ടിനുള്ളിൽ തളച്ച് നിൽക്കുന്ന, കളിയും ചിരിയും പഠിത്തവും ഒക്കെ ഒഴിവാക്കി നിൽക്കുന്ന ഒരു കാലയളവാണിപ്പോൾ ഇത്. അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ ഈ ശരിയായ ദിനചര്യ, ഒരു കാലത്ത് നമ്മുടെ പിതാമഹന്മാരൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശരിയായ ദിനചര്യയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥിനികളുടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കോട്ടം തട്ടുന്നതോടൊപ്പം അവരുടെ പഠനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ സമയത്ത് ഒരു ഡോക്ടറുടെ സേവനവും നിർദ്ദേശങ്ങളും നമുക്ക് ഈ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഈ സാഹചര്യത്തിൽ ഗൂഗിൾ മീറ്റിൽ കുറച്ച് സമയത്ത് കൂടി കുട്ടികൾക്ക് ഉപകാരിക്കപ്പെട്ട ഒരു സെഷനായി മാറാൻ വേണ്ടി
കോട്ടക്കൽ അരുവിശാല കോളേജിലെ ഡോക്ടർ വിനോദ് നമ്മുടെ ഒപ്പമുണ്ട്. ഡോക്ടറിനെ ഈ ഗൂഗിൾ മീറ്റ് സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഡോക്ടറോടൊപ്പം നമ്മുടെ ഈ ദിനചര്യയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് യോഗ സെഷൻ എന്ന് പറയുന്നത്. യോഗ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി അതേ കോളേജിൽ തന്നെ, കോട്ടക്കൽ ആര്യശാല കോളേജിലെ തന്നെ ഡോക്ടർ ഇന്ദുദാസും എത്തിയിട്ടുണ്ട്. യോഗ സെഷൻ കുറച്ച് ഡെമോൺസ്ട്രേഷനിലൂടെ ഡോക്ടർ നമുക്ക് കാണിച്ചു തരും. ഡോക്ടറിനെയും ഈ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളു. പിന്നീട് നമ്മുടെ സെഷനിൽ സാധിക്കുമെങ്കിൽ എത്തിച്ചേരാമെന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ മണികണ്ഠൻ സാറും PSC മെമ്പറായ ഫാസിൽ സാറും എത്തിയിരുന്നു. അവർക്കൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസ് എന്ന് അറിയിച്ചിരുന്നു. എങ്കിലും അവരെയും ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റീജിയനിലെ മലപ്പുറം ജില്ലയിലെ 24 സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ ഈ ഒരു ഗൂഗിൾ മീറ്റിൽ ഇവിടെ ഹാജരായിട്ടുണ്ട്. തങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെ നേരിടാം, ഒരു കൗമാര ദിനചര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എങ്ങനെ നേരിടാം എന്നതിനെ പറ്റി അറിയാൻ വേണ്ടി, ചർച്ചയിൽ ഏർപ്പെടാൻ വേണ്ടി ഇവിടെ ഇട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുമാത്രമല്ല, മറ്റു പ്രോഗ്രാം ഓഫീസർമാരായ അധ്യാപകര്, പ്രിൻസിപ്പൽമാര് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് സെഷനിലേക്ക്, കൗമാര ജീവിതശൈലി എന്ന സോദാഹരണ ക്ലാസ് ഗൂഗിൾ മീറ്റ് സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ കുറ്റിപ്പുറം മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഉബൈദുള്ള സാറിനെ 2 വാക്ക് ഞങ്ങൾക്ക് നൽകുന്നതിനുമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സാർ. കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉണ്ട് സാർ. ഇപ്പം നമ്മുടെ ഈ ഒരു സെഷൻ, ചപ്പനങ്ങാടി സ്കൂൾ ഏറ്റെടുത്തിട്ടുള്ള ഈ സെഷൻ, ജില്ലാ പ്രോഗ്രാം കൗമാര ദിനചര്യ അല്ലെങ്കിൽ കൗമാര ജീവിതശൈലി വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൽ അതിൻ്റെ എക്സ്പേർട്സ് തന്നെ, നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ ആണ് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാം. ഇത് വലിയൊരു നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്, ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലല്ലെങ്കിലും ഒരു കോവിഡിന്റെ പ്രത്യേക സാഹചര്യം ഇപ്പം നമ്മളിലുണ്ട്. ഇനി ഈ ഒരു സാഹചര്യമല്ല എങ്കിൽ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരമാണ് കൗമാര ജീവിതശൈലി. തീർച്ചയായിട്ടും നമ്മൾ അത് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് ഈ കാലഘട്ടം, നമ്മുടെ ഭാവി വരാൻ പോകുന്ന കാലഘട്ടങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന്റെ സ്ഥിതിയെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു വെല്ലുവിളി അല്ലെങ്കിൽ പോരാട്ടം എന്നൊക്കെ ഒരു വെല്ലുവിളിയുടെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മളോട് ഇപ്പം ടീച്ചർ പറഞ്ഞു, നമ്മളെ ജീവിതത്തിലൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്, പ്രകൃതിദത്തമായിട്ടുള്ളൊരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. മനുഷ്യരല്ലാത്ത മറ്റു ജീവികളൊക്കെ ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രകൃതിദത്തമായ കഴിവ് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ തന്നെ അതിനെ അതിജീവിക്കാൻ, അതായത് മനുഷ്യരുടെ ഇടപെടലില്ലെങ്കിൽ അതിനെ അതിജീവിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. മനുഷ്യരുടെ ഇടപെടലുള്ള ജീവികൾക്ക് അതിനെ അതിജീവിക്കാൻ നമ്മുടേതായിട്ടുള്ള പ്രത്യേക ശ്രദ്ധ വേണ്ടി വരും. അതേസമയം പ്രകൃതിദത്തമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യേതര ജന്തുക്കൾക്ക് രോഗം വരാനുള്ള സാധ്യത കുറവാണ്. വന്നാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള കഴിവും അവർക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ ആരാണ് നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നത്? ഒരു ഗുണം കൂടെ തന്നിട്ടുണ്ട്, വിശേഷ ബുദ്ധി.
നമുക്ക് മറ്റു മൃഗങ്ങളിൽ മറ്റു ജീവികളുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല ഇംപ്രൂവ്മെന്റ്സും ജീവിതത്തിന്റെ ഒരുപാട് ഡെവലപ്മെന്റ്സ് അത് മനുഷ്യന് മാത്രമുള്ള ഒരു ഗുണമാണ്. പക്ഷെ ആ ഡെവലപ്മെന്റ്സ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വിശേഷ ബുദ്ധി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകൃതി തന്നിട്ടുണ്ട്. ആ വിശേഷ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മറ്റു ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തരായിട്ടുള്ള ഗുണം നമുക്കുണ്ട്. ആ ഗുണം ഉണ്ടാകുമ്പോൾ തന്നെ അപ്പുറത്ത് അതിൻ്റെ ദോഷമുണ്ട്. ആ ദോഷം ഗുണദോഷങ്ങൾ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു ചോദ്യമാണുള്ളത്. തീർച്ചയായിട്ടും അവിടെയാണ് നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുവട്ടമുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ്, മറ്റ് ആരോഗ്യ മേഖലയിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകർ, അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളോട് പറയാറുണ്ട് അല്ലേ, നമ്മള് വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജനറലായിട്ട് നമ്മുടെ കാര്യം നമുക്ക് പലരും പല കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. എന്താ പറഞ്ഞു തരാറുള്ളത്? വ്യായാമം അനിവാര്യമാണ് അല്ലെ, 10 ഗ്ലാസ് വെള്ളം തന്നെ ചുരുങ്ങിയത് കുടിക്കണം. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പാടില്ല, അതേസമയം വെള്ളം ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ രാത്രി ഭക്ഷണം വളരെ നേരത്തെ കഴിക്കണം, നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. ഇതൊക്കെ ആരോട് പറയുന്നു എന്നുള്ള ധാരണ, ഇതൊക്കെ ആർക്ക് കേൾക്കാൻ എന്നുള്ള ധാരണ നമുക്ക് വന്നു ചേർന്നതോടു കൂടിയാണ് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ നമ്മളെ ബാധിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇതൊക്കെ ഒരു വലിയ സന്ദേശങ്ങളാണ്, മനുഷ്യന്റെ അതിജീവനത്തിനുള്ള സന്ദേശങ്ങളാണ്. അത് ഉൾക്കൊള്ളേണ്ടതാണ്. ഞാനത് മനസ്സിലാക്കുന്നു. ഞാനത് പരമാവധി എൻ്റെ ജീവിതത്തിൽ അത് ആ ഒരു ജീവിത ശൈലിയാക്കിയിട്ട് ആ നന്മകളെ ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ആ മനസ്സുണ്ടായാൽ തന്നെ അതിലേക്കുള്ള പാത വെട്ടി തുറന്നു. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ബോധത്തോടു കൂടി നമ്മൾ ഇനി ജീവിക്കണം. പിന്നെ ഈ കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇത് എന്തുകൊണ്ട് നിങ്ങൾ പറയാൻ കാരണം എന്താ? കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിത ശൈലി വളരെ ശ്രദ്ധിക്കണം, ദിനചര്യ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ നമുക്ക് എന്തില്ല? എക്സസൈസ് ഇല്ല. ഒരു കാര്യം, നമുക്ക് ഇപ്പൊ വേണ്ടത്ര എക്സസൈസ് ഇല്ല. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നില്ല, വരുന്നില്ല, നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എക്സസ് എനർജി അത് പിന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പൊ നിലവിൽ ഇല്ല, എക്സസൈസ് ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമുക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നിശ്ചിത സമയത്ത് മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത്. ഒരു നിശ്ചിത സമയമുണ്ടല്ലോ, എല്ലാത്തിനും ഒരു നിശ്ചിത സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പൊ എപ്പോഴും ഭക്ഷണം കഴിക്കുക, വീട്ടിലിരിക്കുക, മൊബൈലിൽ കളിക്കുക, അതിൽ പഠിക്കുക. പഠനത്തെ നമുക്ക് വിശ്രമിക്കുമ്പോൾ പഠനത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം നമ്മൾ സ്കൂളിന്റെ പ്രവൃത്തി സമയം നമ്മൾ പഠനത്തെ ഉപയോഗിക്കുക സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മളെ വളരെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഒന്ന്, നമുക്ക് വേണ്ടത്ര വ്യായാമമില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് അലക്ഷ്യമായ ഭക്ഷണ രീതി, കൃത്യമല്ലാത്ത ഭക്ഷണ രീതി. അപ്പൊ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തെ നമ്മൾ അതിജീവിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശ്രദ്ധ ഞങ്ങളെല്ലാവരും ഞങ്ങൾ മുതിർന്നവരൊക്കെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. എക്സസൈസ് ഇല്ല എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഗ്രൗണ്ടുകളിലൊക്കെ ഇപ്പൊ നിങ്ങൾ വിദ്യാർത്ഥികളും കുറെ പേരുണ്ട് കേട്ടോ. രാവിലെയൊക്കെ ഗ്രൗണ്ടുകളിൽ എക്സസൈസ് ചെയ്യുന്നവർ, ഓടുന്നവർ, നടക്കുന്നവരൊക്കെ കുറെ കുട്ടികളുണ്ട്. അത് എന്നാലും നമ്മൾ വിചാരിച്ചത്ര കുട്ടികൾ രാവിലെ വൈകുന്നേരമോ അത്തരം എക്സസൈസ് വേണ്ടത്ര ചെയ്യുന്നില്ല. അതിപ്പോ ഫുട്ബോളിനോടോ എന്തെങ്കിലും ഒരു ഗെയിമിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രം ഗ്രൗണ്ടിലേക്ക് വരുന്നവരാണ്. അങ്ങനെയല്ല വേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ആ ഒരു ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ നമുക്ക് എക്സസൈസ് വേണം എന്നുള്ളതും, അതുകൊണ്ട് ഞാൻ ഗെയിം കളിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, എക്സസൈസ് അനിവാര്യമാണ് എന്നുള്ളത് തിരിച്ചറിയുക.
അപ്പൊ അതുകൊണ്ട് ഗ്രൗണ്ടിൽ മുതിർന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ കൂടി കുട്ടികളുടെ എണ്ണം ഇപ്പോഴും വലിയ ആ, ആ, തോതിൽ കൂടിയിട്ടില്ല. എക്സസൈസ് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അപ്പൊ നിങ്ങളുടെ ഭക്ഷണം കൂടെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ രണ്ട് ക്ഷതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ എന്ത് ഫുഡും കഴിക്കുക എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നത് എക്സസൈസ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫുഡിനെ വളരെയധികം ക്രമീകരിക്കണം. എക്സസൈസ് ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡിനെ വളരെയധികം ക്രമീകരിക്കണം, യാതൊരു സംശയമില്ല. ഒരുപാട് രുചികൾ നമ്മളെ സ്വാധീനിക്കും. ഇപ്പൊ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, കിടന്നുറങ്ങാം എന്നുള്ളൊരു അവസരങ്ങൾ, ഒരു സുഖലോലുപത നമ്മുടെ മുന്നിൽ, നമ്മുടെ ഒരു മായയായിട്ട് നമ്മളെ സ്വാധീനിക്കാൻ നമ്മളുണ്ട്. നമ്മൾ അതിൽ പെട്ടുപോകരുത്, നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് വ്യായാമമില്ലാത്തത് കൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ ക്രമീകരണം അനിവാര്യമാണ്. അല്ലെങ്കിൽ നന്നായിട്ട് വ്യായാമം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തെ അഭിമുഖീകരിക്കണം. വരും കാലങ്ങളിൽ ഇത് വലിയൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതിൽ വളണ്ടിയേഴ്സും അല്ലാത്ത കുട്ടികൾ ഒരുപാട് ഇതിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. നിങ്ങളോട് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അതായത് ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ പഠന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ മുഴുകിയിരിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഏതെങ്കിലും കുട്ടിക്ക് ഉണ്ടെങ്കിൽ, ഞാൻ അധ്യാപകർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. അതായത് ഓൺലൈൻ ക്ലാസ്സുകളിൽ നെറ്റിന്റെ പ്രോബ്ലം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇനി എത്ര റിയൽ ക്ലാസ് എപ്പോൾ തുടങ്ങുമെന്ന് പറയാൻ വേണ്ടി സാധിക്കൂല. അപ്പോ നിങ്ങളുടെ വീട്ടിൽ ഓൺലൈൻ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം ഇനിയും നമുക്ക് ഒരുപാട് കാലം നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. നമ്മൾ ഇത് മാറിക്കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെയല്ല, നമുക്ക് ഇനി ഇത് എപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതായാലും ശുഭകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പ്രതീക്ഷകളുണ്ട്. എന്നാലും എൻ്റെയൊക്കെ വീട്ടിൽ നമ്മുടെ നെറ്റ് റേഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കമ്പനിയുടെ നെറ്റാണ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ, കൂടുതൽ റേഞ്ച് ഉള്ളത്, കൂടുതൽ കവറേജ് ഉള്ളത് എന്ന് നോക്കുകയും അതിനനുസരിച്ച് അത് പോർട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഏതെങ്കിലും ഒരു നെറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും, BSNL അതുപോലെ തന്നെ എയർടെലോ ജിയോയോ വോഡാഫോൺ ഐഡിയ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. കുറെ കാലങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടാവും. അത് വീട്ടിൽ ചിലപ്പോൾ വലിയ റേഞ്ചോ ഉണ്ടാവില്ല. അപ്പൊ അത് റേഞ്ച് കിട്ടാത്തതിന്റെ പേരിൽ പഠനം നിലച്ചു പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ എന്റെ വീട്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, എന്റെ വീട്ടിൽ കിട്ടുന്ന ഏറ്റവും കവറേജ് ഉള്ള നെറ്റ് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു, നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ തന്നെ നോക്കൂ, ഇപ്പൊ എന്റെ വീട്ടിൽ കിട്ടുന്നത് എയർടെലാണ്. കുറെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്, കുറെ കുട്ടികൾക്ക് സൗകര്യം ഉണ്ടാകുക എന്ന് വെച്ചാൽ ജിയോ ആയിരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ ജിയോ അങ്ങനെ കിട്ടില്ല. എന്റെ വീട്ടിൽ കിട്ടുന്നത് എയർടെലാണ്. BSNL നമുക്കറിയാലോ പൊതുവെ ഉള്ളൊരു അവസ്ഥ. അപ്പൊ അങ്ങനെ പോർട്ട് ചെയ്യണം. അത് പോർട്ട് ചെയ്യാൻ മടിക്കരുത്. എന്താ വെച്ചാൽ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പോർട്ട് ചെയ്യുമ്പോൾ വലിയ ചിലവൊന്നുമില്ല, അറിയാലോ. പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓഫറും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും റേഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ റേഞ്ച് പ്രോബ്ലം മാറ്റേണ്ടത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പഠന പ്രവർത്തനങ്ങളെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഓക്കെ, ഡോക്ടർ. ടീച്ചറെ നമസ്കാരം. പ്രിയപ്പെട്ട ശ്രീകല ടീച്ചറെ നമസ്കാരം. ഉബൈദുള്ള സാർ ഉദ്ഘാടനം ചെയ്ത ഉബൈദുള്ള സാറിന് നമസ്കാരം. നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രിയപ്പെട്ട വോളണ്ടിയർമാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഉബൈദുള്ള സാറ് സംസാരിച്ച് നിർത്തിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മള് ഇപ്പൊ ഓൺലൈൻ പഠന സമയത്ത് അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും വീടുകളിൽ ഇരിക്കുകയാണ്, അല്ലേ? അപ്പൊ വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് സാറ് നേരത്തെ നിങ്ങളോട് സംവദിച്ചത്. സാധാരണ ഇപ്പൊ സാറ് പറഞ്ഞതടക്കമുള്ള ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾ മാഗസിനുകളിലോ അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോഴോ ഒക്കെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അപ്പൊ ഞാനിപ്പോ കുറേച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു സർവേ നടത്തിയത്. നിങ്ങൾ എല്ലാവരും സർവേയിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മള് കുട്ടികളുടെ ഇടയിൽ NSS വളണ്ടിയേഴ്സിന്റെ ഇടയിൽ
ഒരു സർവേ നടത്തി. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തുടനീളം ഉള്ള കുട്ടികളുടെ ഇടയിലാണ് സർവേ നടത്തിയത്. ഏതാണ്ട് 450 കുട്ടികൾ സർവേയിൽ പങ്കെടുത്തു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് കുറച്ച്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ടീച്ചേഴ്സിനും ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളതല്ല, ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോ ഇതിലെല്ലാവരും ആ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ സർവേയുടെ ഒരു റിപ്പോർട്ട് പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം നമുക്കത് കാണാം, കണ്ടിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ വിഷയം ടീച്ചർ നേരത്തെ പറഞ്ഞു, കൗമാര ജീവിത ശൈലി, ദിനചര്യ, അതിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ളതാണ് വിഷയം. നമുക്ക് 512 പേരാണ് ആ സർവേയിൽ പങ്കെടുത്തത്. അതിൽ പങ്കെടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വിഷമിക്കണ്ട, ഞാൻ പങ്കെടുത്തിട്ട് പറഞ്ഞ കുട്ടികൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ബുദ്ധിമുട്ടില്ല. അപ്പൊ അതിൽ വന്നത്, അതില് ഏകദേശം ഒരു പകുതിയോളം തന്നെയാണ് ആൺകുട്ടികള് ആണ് കുറച്ച് കുറവുള്ളത്. 47.8% കുട്ടികൾ ആൺകുട്ടികളായിരുന്നു, 52.2% പെൺകുട്ടികളായിരുന്നു. ഏതാണ്ട് പകുതി തന്നെ വിചാരിക്കുക, വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണ് കുട്ടികളുടെ ഒരു ജെൻഡർ ഡിഫറൻസ് നമ്മൾ കണ്ടത്. വയസ്സ് ഇപ്പൊ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കുറച്ച് കുട്ടികൾ താഴെ പ്രായമുള്ള കുട്ടികൾ, ഏകദേശം 17 വയസ്സാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നത്. കുറച്ച് കുട്ടികൾ അങ്ങനെ അല്ലാത്ത കുട്ടികളും കൂടി വന്നിട്ടുണ്ട്. എന്തായാലും മെജോറിറ്റി നമ്മുടെ 16-17 വയസ്സിലിരിക്കുന്ന കുട്ടികളാണ്. ഇതിന്റെ പ്രാധാന്യം എന്താ? നമ്മളെല്ലാവരും 16-17 വയസ്സിൽ +2 പഠിക്കുന്ന കുട്ടികളാണ് അല്ലെ? കുറച്ച് കുട്ടികൾ അങ്ങനെ അല്ലാതെ ഉണ്ടാവാം. എന്തായാലും നമുക്കറിയാം 12 വയസ്സ് കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്നല്ലേ പറയുന്നത്. അതൊക്കെ ഞാൻ പിന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ ഈ പ്രായം അങ്ങനെ ഒരു പ്രായമാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 8 വയസ്സുള്ള മോനോട് അമ്മ കടയിൽ പോകാൻ വേണ്ടിയിട്ട് പറയാറില്ല പൊതുവെ അല്ലെ? പക്ഷെ 10 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴേ എടാ നീ എന്നെ സഹായിക്കണമെന്ന് അമ്മ പറയും, അല്ലെങ്കിൽ അച്ഛൻ പറയും നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ പലപ്പോഴും മടി പിടിക്കാറുണ്ട്, കുട്ടികൾ വീട്ടിലിരുന്ന് മടി പിടിക്കാറുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു 12-13 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും നിങ്ങളൊരു ഉത്തരവാദിത്വം ഉള്ള ഒരാളായിട്ട് മാറുകയാണ് എന്നൊരു വിചാരം അച്ഛനും അമ്മയ്ക്കൊക്കെ വരും സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ വീട്ടില് മുഷിഞ്ഞിരിക്കുന്ന വസ്ത്രം നിങ്ങൾ തന്നെ അലക്കണം അല്ലെ? രാവിലെ അമ്മയും അച്ഛനും വിളിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ തന്നെ എഴുന്നേക്കണം എന്നൊക്കെ അമ്മയും അച്ഛനും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ശല്യമായിട്ടാണ് തോന്നാറ്. ഞങ്ങൾക്കും അങ്ങനെ തോന്നിയിരുന്നത് പണ്ടൊക്കെ, നിങ്ങളുടെയൊക്കെ പ്രായത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെയാ തോന്നിയിരുന്നത്. പക്ഷെ അത് എന്തിന്റെ സൂചനയാ? അതെന്തിന്റെ സൂചന എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ കുറച്ചും കൂടെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരായിട്ട് കാണുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അതായത് അമ്മ മോനോട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറയുമ്പോൾ നമുക്ക് ഒരു ശല്യമായിട്ട് തോന്നല്ല വേണ്ടത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ, എടാ വീട്ടിലെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ കൊച്ചനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് അമ്മയും അച്ഛനും പുറത്തെവിടെയും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ അച്ഛനും അമ്മയും അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള ആൾക്കാരായിട്ട് കാണുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കണ്ടേ? അപ്പൊ അവരെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആവുന്നു, ഉത്തരവാദിത്തമുള്ള ആൾക്കാരാവുന്നു എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പൊ അതാണ് ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള ആൾക്കാരായിട്ട് മാറുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുന്നു അല്ലെ? നമ്മുടെ കൂട്ടുകാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് മാറുന്നത്. മുമ്പത്തേനേക്കാളും ചെറുപ്പത്തിലുള്ളതിനേക്കാളും കൂടുതൽ നിങ്ങൾ കൂട്ടുകാർ പറയുന്നത് കേൾക്കുന്നു, കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു. സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അതാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി അല്ലെ? സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, കൂട്ടുകാർ, അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ അടുത്ത സർവേയിൽ അടുത്ത് വരാൻ പോകുന്നത്. ഈ സ്കൂളിൽ ഇപ്പൊ ഇങ്ങനെ അടച്ചിടുമ്പോൾ എന്തൊക്കെ പ്രയാസമാണ് തോന്നുന്നത് എന്നുള്ളതിൽ മിക്കവാറും പേര് പറഞ്ഞിരിക്കുന്ന ഒരു ഉത്തരം കൂട്ടുകാരെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മൾ അതിനെ സോഷ്യലൈസേഷൻ എന്ന് പറയും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം എന്നർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സോഷ്യലൈസേഷൻ നമുക്ക് പലപ്പോഴും ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം, മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ കൂട്ടുകാരെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം നമ്മൾ തീർക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലല്ലേ? കൂട്ടുകാരുമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. തെറ്റല്ലത്, തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു പ്രായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ശാരീരികമായിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് അല്ലെ? ചില കുട്ടികള് വന്നിട്ട് ചോദിക്കും, ഡോക്ടറെ എനിക്ക് മീശ വരുന്നില്ല,
എന്ന് പറയും. ചില കുട്ടികള് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പറയും വന്നിട്ട് എന്റെ ശരീരത്തിന് ഭയങ്കര ദുർഗന്ധമാണ് എന്ന് പറയും. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അമ്മമാര് വന്നിട്ട് അവരുടെ ചില പ്രശ്നങ്ങൾ പറയും, അവർക്ക് മെൻസസിന്റെ സമയത്ത് വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് തരം പ്രശ്നങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പൊ. ആൺകുട്ടികൾക്ക് അത് അങ്ങനെയുള്ള വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ ചില കുട്ടികൾ പറയുന്നത് എനിക്കെന്താ മീശ വരാത്ത, ചില ആൺകുട്ടികൾ ചിലപ്പോൾ ശബ്ദം പുരുഷന്റെ ശബ്ദമായിട്ട് മാറിയിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്റെ ശബ്ദം എന്താ മാറാത്ത, അല്ലെ? അപ്പോ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഒരേ സമയത്തല്ല. അപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് നീളം വെക്കണം, തടി വെക്കണം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തടി വെക്കാൻ സമയമുണ്ട്, അല്ലെ? നമ്മളെ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞല്ലോ അതിനൊക്കെ ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞല്ലേ, എന്ന് പറഞ്ഞ പോലെ തടി വെക്കാൻ ഒരു സമയമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏത് പ്രായത്തിലാണ് നിങ്ങൾ തടി വെക്കേണ്ടത്, ഏത് പ്രായത്തിലാണ് നിങ്ങൾക്ക് മീശ വരേണ്ടത്, ഏത് പ്രായത്തിലാണ് നിങ്ങൾക്ക് ആർത്തവം ഉണ്ടാവേണ്ടത്, ഏത് പ്രായത്തിലാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ രോമങ്ങൾ ഒക്കെ വളരേണ്ടത്, ഏത് പ്രായത്തിലാണ് നമുക്ക് മറ്റുള്ളവരോടൊരു താല്പര്യം തോന്നുന്നത്, ഇതൊക്കെ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബയോളജി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, അതിന് ജെനറ്റിക്സ് എന്ന് പറയും, എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചേ വരുള്ളൂ. അത് നേരത്തെ ആക്കാനോ വൈകിപ്പിക്കാനോ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീളം കൂടുതലാണ് അല്ലെങ്കിൽ നീളം കുറവാണ് എന്ന് പറയുന്ന കുട്ടികൾക്ക് സമയമായിട്ടില്ല എന്നാണ് നമ്മൾ പറയാ. ഇനി സമയമാകുമ്പോഴും നീളം കുറഞ്ഞ എന്താ തകരാറുള്ളത്? ഒരു തകരാറുമില്ല. ലോകത്തിൽ ഒരുപാട് പേര് നീളം കുറഞ്ഞിട്ടാ ഉള്ളത്. അപ്പൊ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ അതിനെ പറയും ഹോർമോൺസിന്റെ വ്യത്യാസം എന്ന് പറയും, അല്ലെ? ഹോർമോൺസിൽ വ്യത്യാസം വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമായിട്ട് 4 കാര്യങ്ങളിലാണ് വ്യത്യാസം വരുന്നത്. ഒന്ന് ശരീരത്തിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ ആൺകുട്ടികളിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാവുന്നു. അപ്പൊ അത് അവരുടെ ശരീരത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ ഈസ്ട്രോജൻ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഈസ്ട്രോജൻ പോലുള്ള, പ്രൊജസ്ട്രോൺ പോലുള്ള സെക്സ് ഹോർമോൺസ്, ലൈംഗിക ഹോർമോണുകൾ ഉണ്ടാവുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ചില ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ആർത്തവം ആരംഭിക്കുന്നു, ഇങ്ങനെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നു. ഇതൊക്കെ ഓരോ കുട്ടികളിലും ചിലപ്പോൾ എന്തുണ്ടാവുന്നു, ഓരോ സമയത്താണ് വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഉണ്ടാകാവുന്ന വലിയൊരു കോംപ്ലക്സ് ഉണ്ട്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ പറയുന്ന പോലുള്ള. അപ്പോ ഞാൻ പറയുന്നത് ആ പ്രായത്തിൽ വരുന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ നോക്കിയപ്പോൾ നമ്മുടെ പങ്കെടുത്ത 512 കുട്ടികളിൽ കൂടുതലും പേര് ഇടത്തരം കുടുംബത്തിലുള്ളതാണ്. നമ്മളൊക്കെ പോലുള്ള സാധാരണ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. വിദ്യാലയത്തിന്റെ സ്വഭാവം നോക്കിയപ്പോൾ കൂടുതലും ഗവൺമെന്റ് വിദ്യാലയത്തിലുള്ള കുട്ടികളാണ് വന്നത്. എയ്ഡഡ് വിദ്യാലയത്തിലെ കുറച്ച് കുട്ടികൾ, 14% കുട്ടികൾ വന്നിട്ടുണ്ട്. കുറച്ച് 1-2 പേരൊക്കെ വേണമെങ്കിൽ സ്വാശ്രയ സ്ഥാപനത്തിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് കൂടുതലും ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയത്തിൽപ്പെട്ട കുട്ടികളോടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളോടാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം. പഠന രീതി നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് TV-യിൽ പരിപാടി കാണുന്നു എന്നുള്ള, അതായത് വിക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് പരിപാടി കാണുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. സ്വന്തം സ്ഥാപനത്തിൽ നിന്ന്, അപ്പോൾ ചില എയ്ഡഡ് സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലും സ്വന്തം സ്കൂളിൽ നിന്ന് തന്നെ ഓൺലൈൻ വഴി അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ ഇതുപോലെ ഗൂഗിൾ മീറ്റിലോ ഒക്കെ ക്ലാസ് എടുക്കുന്ന സ്കൂളുകളും ഉണ്ട്. എന്നാലും കൂടുതലും TV ആണ്, വൈകുന്നേരം പല സമയത്തായിട്ട് വരുന്ന TV ആണ് അവരെ ക്ലാസ് എടുക്കുന്നത്. ഓൺലൈൻ പഠനത്തെക്കുറിച്ച് നോക്കൂ, തരക്കേടില്ല എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ പേർക്കുള്ളത്. ഓൺലൈൻ പഠനം വലിയ കുഴപ്പമില്ല എന്നാണ്. പക്ഷെ അതിനൊക്കെ ഒരുപാട് പരാതികളുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. നിങ്ങൾക്ക് ഓൺലൈൻ പഠനത്തെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്. മൊബൈലാണ് കൂടുതൽ പേരും ഉപയോഗിച്ചിട്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഇപ്പം മാഷ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരില്ല കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഈ മാഷ് ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കേണ്ട, ഉപദേശം അല്ല തരുന്നത്. നമുക്ക് അതിനൊന്ന് പഠിക്കണം. എന്താണ് മൊബൈല് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കണം, അത്രേ വേണ്ടൂ. പഠിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും റെസ്പോൺസിബിൾ ആയിരിക്കുന്ന കുട്ടികളാണ്. അതിന്റെ തകരാർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും വേറൊരു ഉപദേശവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് മാറ്റിവെക്കാൻ സാധിക്കേണ്ടതാണ്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു കാര്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് വേറെ നിങ്ങളോട്, ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ഒരു ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ എന്നാ ഉപയോഗിച്ചേ തീരൂ എന്ന് പറയുന്ന ഒരു നിഷേധ സ്വഭാവം പൊതുവേ ഉണ്ട്. അതെല്ലാവർക്കും ഉള്ളതാണ്. എന്നാ പിന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറയുന്ന ഒരു നിഷേധ സ്വഭാവം പലപ്പോഴും നമുക്കൊക്കെ ഉണ്ട്. അത് ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പ്രായത്തില് ആരോ ഒരാള് മ്യൂട്ട് ചെയ്തിട്ടില്ല. അതിന്റെ പിന്നാലെ ഒരാളുടെ മൈക്ക് ആ കുട്ടിയെ വിളിച്ചു പറയും, കുട്ടിയാണ്. ഓക്കെ, ശരി. ഓക്കെ. അപ്പൊ ഈ പ്രായത്തില് സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വീട്ടുകാരെ പ്രധാനപ്പെട്ട ആൾക്കാരല്ലാതായിട്ട് മാറും.
അത് അവരെ നിങ്ങളെ കുറ്റം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കുമ്പോൾ അത് ഇപ്പൊ കൂട്ടുകാർ പ്രധാനമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെന്നും വലിയ കാര്യമുള്ള ആൾക്കാരല്ല, അവരൊന്നും പറയുന്നൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് തോന്നുന്ന ഒരു നിഷേധ സ്വഭാവം പൊതുവെ ഈ ഒരു പ്രായത്തിന്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് ഒരു പ്രായത്തിൽ വരുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ എന്താവണം, അറിയണം. ഇങ്ങനെ എനിക്കൊരു സ്വഭാവം വരാൻ സാധ്യതയുണ്ട്. ഞാൻ അപ്പൊ നമുക്ക് പലപ്പോഴും വീട്ടിൽ അച്ഛനും അമ്മയും കുറിച്ച് ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ ആലോചിക്കുമ്പോൾ ആൺകുട്ടികൾ വിചാരിക്കുന്ന ഒരു ബൈക്ക് പോലും എടുത്തു തരില്ല, എനിക്ക് ഒരു സൈക്കിൾ പോലും വാങ്ങിച്ചു തരില്ല, ഇവർക്കെന്താ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തന്നാല് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായമാണ്. അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരന് ബൈക്കിൽ പോകുന്ന സമയത്ത് എനിക്കെന്താ അതൊന്ന് വാങ്ങിച്ചു തന്നാല് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായമാണ്. അത് തെറ്റല്ല. പക്ഷെ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? എന്റെ വീടിന്റെ സാഹചര്യം എന്താണ് എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. ഞാനിത് ഉപദേശിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ, അങ്ങനെ ഉപദേശമായിട്ട് എടുക്കണ്ട. പക്ഷെ അങ്ങനെയും കൂടി നമ്മൾ ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായമാണ് സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിൽ. അപ്പൊ ഈ പിന്നെ നമ്മൾ ഈ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വരാവുന്ന ചില തകരാറുകളുണ്ട്. നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് ഇന്ന് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, അതിന്റെ തകരാറ് എന്താന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കണ്ണിലൊക്കെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ കണ്ണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിന് നമുക്ക് കുറച്ച് പ്രാക്ടീസ്, എക്സസൈസ് ഒക്കെ ചെയ്യണം. അപ്പൊ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തില് ഡോക്ടർ വന്നിട്ടുണ്ട്, ഡോക്ടർ ഇന്ദു വന്നിട്ടുണ്ട്. അപ്പൊ അവർ കുറച്ച് എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യണം. അതാണല്ലോ ഉദാഹരണം ക്ലാസ് അല്ലേ. അപ്പൊ ഈ ഡയലോഗ് മാത്രമല്ല വേണ്ടത്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചത് ഈ ഓൺലൈൻ പഠനത്തിനല്ലാതെ നിങ്ങൾ ഈ ഇത്തരം ഉപകരണങ്ങൾ, ഇപ്പൊ മൊബൈലാണ് കൂടുതൽ ഉപയോഗിക്കുന്നതല്ലേ പറഞ്ഞത്. അപ്പം ഓൺലൈൻ പഠനത്തിന് അല്ലാതെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നോക്കൂ, ഒരിക്കലും ഇല്ല എന്നുള്ള ഉത്തരം കിട്ടിയിട്ടേ ഇല്ല. വളരെ കുറച്ചാണ്. പച്ച നിറത്തിൽ കാണുന്നു, ഒരിക്കലും ഇല്ല. മിക്കവാറും എല്ലാവരും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് തെറ്റില്ല. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അത് എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, മിക്കവാറും കുറെ പേര് ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി, നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 65% ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറയാണ് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ചിലപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ സ്കൂളിലെ നോട്ട് കിട്ടുന്നത് ചിലപ്പം വാട്സപ്പിലായിരിക്കും. പിക്ചേഴ്സിലാണ് പിന്നെ അതിന്റെ പ്രശ്നമില്ല. പക്ഷെ സ്കൂളുകളിൽ ക്ലാസ് നടക്കുന്ന പല സ്കൂളുകളിലും ഇത് കൊടുക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് കൂട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പൊ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഒരു ഉപയോഗം കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അതിന്റെ പരിഹാരത്തിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അത് പരിഹരിക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്ക്രീൻ ടൈം, ഒരു മൊബൈല് എത്ര സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ചില കണക്കുകളുണ്ട്. മൊബൈൽ എത്ര ദൂരം വെച്ചിട്ടാണ് ഉപയോഗിക്കുക, എത്ര ദൂരം വെച്ചിട്ടാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത് എന്നതിന് കണക്കുണ്ട്. അപ്പോ ഇത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടത് ഒരു വിഷയം. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സാധാരണ പറയില്ല മൊബൈൽ അഡിക്ഷൻ എന്ന് പറയും. മൊബൈൽ അഡിക്ഷൻ, നോമോഫോബിയ എന്നുള്ളതിന് പറയാം. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോമോഫോബിയ എന്ന് പറഞ്ഞാല് മൊബൈല് മാറ്റിവെക്കുക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ വരുന്ന അസുഖത്തിനാണ് നമ്മൾ നോമോഫോബിയ എന്ന് പറയാം. നോമോഫോബിയയെ കുറിച്ച് ഈ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നത്, നോമോഫോബിയയെ കുറിച്ച് ഈ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന അഡോളസൻസിൽ, ഈ പ്രായത്തിലിരിക്കുന്ന കുട്ടികളിൽ പൊതുവേ നോമോഫോബിയ കൂടുതലാണ്. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് ഈ മൊബൈൽ ഉപയോഗിക്കുന്നത്? നമുക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? നമുക്ക് ഇപ്പൊ ഒരു ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും അല്ലെ? സ്വാഭാവികമായിട്ടും നിങ്ങള് സന്തോഷം കിട്ടുന്ന വേറെന്ത് കാര്യമുള്ളത്? ഗെയിം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഗെയിം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കാരണം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന, ഇപ്പൊ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾ അടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ശരിക്കും ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ഫുട്ബോൾ കളിയും ഗെയിം കളിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫുട്ബോൾ കളിയിൽ നമ്മൾ ഒരുപാട് പേരുടെ കൂടെയാണ് കളിക്കുന്നത്. അപ്പൊ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത്, ഇപ്പൊ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ അത്തരം ഗെയിംസ് കളിക്കുമ്പോൾ നമ്മൾ കളി മാത്രമല്ല ഉള്ളത്, സന്തോഷം മാത്രമല്ല ഉള്ളത്, മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കേണ്ടത്, മറ്റുള്ളവരായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സഹിക്കാം, ഇല്ലേ? ഇപ്പൊ ഒരാള് ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങൾ തട്ടി വീഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം തോന്നില്ല. എന്താ കാരണം? അത് കളിയുടെ ഭാഗമാണ് എന്നുള്ളത്. പക്ഷെ അപ്പൊ നമുക്ക് കുറെ കൂടി ഇപ്പൊ ബസ്സിൽ കയറുമ്പോൾ, പണ്ടൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ വന്ന് മുട്ടും, നമ്മളെ വന്ന് ചിലപ്പോൾ കിഴക്കും, നമ്മൾ ചിലപ്പോൾ വീണ് പോവും. അതൊന്നും പ്രശ്നമല്ല, ഒക്കെ അതിന്റെ ഭാഗമാണ്.
എന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ കുറച്ചും കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ഒരു കൂട്ടത്തിൽ ഒറ്റയ്ക്കാണ്, ഒരു കൂട്ടത്തിലല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഈ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ നമ്മൾ വേറൊരാളെ കാണുന്നില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു വർഷം, ഇപ്പൊ ഏകദേശം ഇപ്പൊ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു വർഷം ആവാൻ പോവല്ലേ. ഇപ്പൊ ഒരു വർഷം നിങ്ങൾ അങ്ങനെ കളിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. നോക്കൂ, ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ദേഷ്യം വരും. മറ്റുള്ളവരെ നിങ്ങളെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ വരും. എന്താ അയാൾ എന്നെ മുട്ടുന്നത്? നമുക്ക് മറ്റുള്ളവരെ ഒന്നും സഹിക്കാൻ പറ്റാതെ വരും. ഇതാണ് ഇപ്പൊ വീടുകളിൽ കാണുന്നത്. അച്ഛനും അമ്മേനെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അച്ഛനമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ വേറെ ആരെയും കാണേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഗെയിം കളിക്കുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്. ഗെയിം കളിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗെയിം തന്നെ പല രീതിയിലുള്ള ഗെയിംസ് ഉണ്ടല്ലോ. ഗെയിമില് വെടിവെക്കുന്ന ഗെയിമുണ്ട്, വണ്ടി പോയി ഇടിക്കുന്ന ഗെയിമുണ്ട്. നേരെ മറിച്ച് ചില ഗെയിമുകളില്ലേ, ഒരു സാധനം വീഴുമ്പോൾ നമ്മൾ പാത്രത്തിൽ കളക്ട് ചെയ്യുന്നു അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചില ഗെയിംസ് ഒക്കെ അല്ലേ. അതൊക്കെ നല്ല ഗെയിംസ്, കൺസ്ട്രക്റ്റീവ് ഗെയിംസ് എന്ന് പറയും. നേരെ മറിച്ച് നിങ്ങൾ മിക്കവാറും ചെയ്യുന്നത് ഡിസ്ട്രക്റ്റീവ് ഗെയിംസ് ആണ്. ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഓടിച്ച് പോയി വേറൊരാൾ മുട്ടി വേറൊരു വാഹനത്തെ തട്ടി ആ വാഹനം മറിഞ്ഞ് വീണാലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് റോഡിൽ ശരിക്കുമുള്ള വാഹനം എടുക്കാൻ തുടങ്ങിയ എന്താ അവസ്ഥ? അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് റോഡെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഇതാണ് ഈ മൊബൈൽ ഗെയിമിന്റെ ശരിക്കുള്ള പ്രശ്നം. കണ്ണിനുണ്ടാക്കുന്ന പ്രശ്നം വേറെ ഉണ്ട് കേട്ടോ. മൊബൈൽ കാണുമ്പോൾ കണ്ണിനുണ്ടാവുന്ന പ്രശ്നം വേറെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ നമ്മൾ പുറത്തൊരാളെ നേരിട്ട് കണ്ട് കളിക്കുന്ന കളി. അപ്പൊ നിങ്ങൾ എന്നോട് ഇപ്പൊ ചോദിക്കും, പിന്നെ അങ്ങനെ ഇപ്പൊ കളിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്താ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല അല്ലെ, ഇപ്പൊ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. പക്ഷെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്ന ചില വ്യായാമങ്ങളുണ്ട്. ഇപ്പൊ സ്കിപ്പിംഗ് ചെയ്യാം, അത് കുറച്ച് സ്ഥലമല്ലേ വേണ്ടു. ജോഗിങ് ചെയ്യാം, നമ്മൾ നേരെ ഇനി പറയാൻ പോകുന്ന കുറച്ച് യോഗയുടെ എക്സസൈസുകൾ ചെയ്യാം. ഇത് കൃത്യമായിട്ടൊരു ദിവസം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അച്ഛനും അമ്മയെ സഹായിക്കാം അല്ലെ. അതൊക്കെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ കുറച്ചും കൂടി ഉപദേശങ്ങളായിട്ട് മാറും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കുട്ടികളാണ്. അച്ഛനും അമ്മയെ സഹായിക്കാറുണ്ട്, തോട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. പലരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ മൊബൈൽ ഗെയിം അല്ലെങ്കിൽ മൊബൈൽ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതൽ സമയം നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുമല്ലോ, കൂടുതൽ സമയം പോയി കഴിഞ്ഞാലുള്ള ശരിക്കുള്ള പ്രശ്നം 2-3 പ്രശ്നങ്ങളാണ്. ഒന്ന് ഞാനിപ്പോ പറഞ്ഞു. ഒരു വർഷം ഇതുപോലെ നിങ്ങൾ പോവുകയാണെങ്കിൽ, അതായത് ഈ മൊബൈലിന്റെ കൂടെ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹിക്കാൻ പറ്റില്ല. ഒരാളെ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ഒരു ക്യൂവിൽ നിങ്ങൾക്ക് ക്ഷമയോടെ നിൽക്കാൻ പറ്റില്ല. ഒരു ബസ്സിൽ കയറുമ്പോൾ ക്യൂ പാലിക്കാൻ പറ്റില്ല. ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് വേറൊരാൾ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ നിങ്ങൾ സ്ട്രെസ്ഡ് ആവും. കാരണം വേറെ ശരീരങ്ങളൊന്നും നമ്മളുടെ ചുറ്റും ഇല്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിലെന്താ നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിനകത്ത് തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒന്ന് കൈകോർത്തിരിക്കാനോ ഒന്നിച്ചിരിക്കാനോ, അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒന്നിച്ചിരിക്കാം, അല്ലെങ്കിൽ സഹോദരന്റെ കൂടെ ഒന്നിച്ചിരിക്കാം. ഇപ്പൊ രണ്ടുപേരും 2 മുറിയിൽ വേറെ വേറെ മൊബൈൽ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ശരീരത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിന് നമ്മൾ സാധാരണ ആയുർവേദത്തിൽ പറയുന്നത് എണ്ണയൊക്കെ തേച്ച് കുളിക്കാന്ന് പറയും. ഈ സ്കിന്നാണല്ലോ പ്രശ്നം. സ്കിന്നില് എണ്ണയൊക്കെ തേച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞാല് നമ്മൾ കുറേയും കൂടി എന്താവും, ഈ ശരീരത്തിൽ മറ്റൊരു ഇപ്പൊ ചൂടും തണുപ്പും സഹിക്കാൻ, ഇപ്പൊ നമ്മൾ ഇനി സംഭവിക്കാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂട് വരും. അപ്പൊ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റൂല, ഒന്നും സഹിക്കാൻ പറ്റൂല, വേറെ ആൾക്കാരെ സഹിക്കാൻ പറ്റൂല. അപ്പൊ അതൊക്കെ മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എണ്ണ തേച്ച് വൈകുന്നേരം ചെറുതായിട്ടൊരു എണ്ണ തേച്ചിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ആ എണ്ണ തേപ്പ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ തമാശയായിട്ട് പറയല്ല, ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണം. ഗെയിം കളിക്കണം, പക്ഷെ അതിനൊരു സമയം വെക്കണം. നമ്മളെപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണവും വേണ്ട, ഉറക്കമില്ല, ഒന്നുമില്ല. നമ്മളെ മൊബൈൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഉപകരണമായിട്ട് മൊബൈൽ മാറണം. അതിനെന്ത് വേണം? സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനെക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗെയിമോ വീഡിയോ കാണലോ സാമൂഹ്യ മാധ്യമങ്ങൾ കാണലോ ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഒന്നും കൂടെ അതിനെ മാറ്റി തീർക്കേണ്ടതുണ്ട്. ക്ലാസ്സുകൾക്ക് ശേഷം പഠനത്തിനായി സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതില് പിന്നെ സമയം ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ സമയം ചെലവഴിക്കേണ്ടെന്ന് പറയുന്നവർ കുറവാണ്. അത് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിന്റെ ഒരു സ്ട്രിക്ട്നെസ് നമുക്കില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ചേർത്തിട്ട് വായിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിട്ട് കാണുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ കാണുന്ന അച്ഛനമ്മമാരാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്. ആ ഉത്തരവാദിത്തം നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരായിട്ട് മാറുക എന്നുള്ളത്.
കാരണം അവർക്ക് പലപ്പോഴും നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. അച്ഛനും അമ്മയും ഇപ്പൊ ദേഷ്യപ്പെടുന്നു. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം മകള് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ആദ്യമായിട്ട് വരുന്നൊരു വികാരം ദേഷ്യമായിരിക്കും. കാരണം എന്താ, ഈ ദേഷ്യം എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹമുള്ള സ്ഥലത്തല്ലേ ഉണ്ടാവുള്ളൂ. അവർ സ്നേഹിക്കുന്നതുകൊണ്ട് ദേഷ്യപ്പെടും. അപ്പൊ നമുക്ക് അതിനോട് ഭയങ്കരമായിട്ട് എതിർപ്പ് തോന്നും, അതിനെ എതിർക്കാൻ തോന്നും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ, ദേഷ്യം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ. നമ്മൾ നോക്കൂ, നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 1 മണിക്കൂർ നേരം മൊബൈല് നിങ്ങൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ മൊബൈലില് ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ അതിനുശേഷം 1 മണിക്കൂർ മൊബൈല് ഗെയിം കളിക്കുകയോ വീഡിയോ, ഞാൻ അത് മുഴുവൻ കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഈ മൊബൈലും വീഡിയോയും വന്ന മുഴുവൻ സമയം അത് ഒഴിവാക്കുക എന്നുള്ളതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പക്ഷെ 1 മണിക്കൂറെങ്കിലും നിങ്ങളത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഞാൻ 1 മണിക്കൂർ നേരം ഇത് നോക്കുന്നില്ല അമ്മേ എന്ന് അമ്മയോടോ അച്ഛനോടോ ചെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു സമാധാനം ഭീകരമായിരിക്കും. ഭീകരമല്ല, സമാധാനം ഒരിക്കലും ഭീകരമാവില്ലോ അല്ലെ, നല്ല സമാധാനമായിരിക്കും. കാരണം നമ്മളൊക്കെ വീടുകളിൽ അച്ഛനമ്മമാരുടെ BP കൂടുന്നത്, അച്ഛനമ്മമാരുടെ ഷുഗർ ഉണ്ടാവുന്നത് ഒക്കെ ഈ മക്കളെ കുറിച്ചുള്ള ടെൻഷൻ കൊണ്ട് കൂടിയാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ മാത്രം ആണെന്ന് പറയല്ല. നിങ്ങൾ ചെയ്യുന്ന പലപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് കാണാം. കാരണം സ്കൂളിൽ പോയാൽ നമ്മൾ പലതരം ആക്ടിവിറ്റീസ് ഇല്ലേ, കളിക്കാൻ പോകുന്നു, കൂട്ടുകാരോടൊത്തിരിക്കുന്നു, ക്ലാസ്സിലിരിക്കുന്നു, ടീച്ചർമാരോട് സംസാരിക്കുന്നു, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നടക്കുന്നു. പക്ഷെ ഇത് വീട്ടിലിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അച്ഛന്റെ അമ്മയുടെയും BP കൂട്ടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മാത്രം ആലോചിച്ചാൽ മതി. അതുകൊണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് പറയണം, അമ്മ ഞാൻ 1 മണിക്കൂർ ഇതാ നോക്കി, ഞാൻ ഇനി 1 മണിക്കൂർ നോക്കുന്നില്ല എന്ന് അവരോട് പറയാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ പറയുന്നത് ഇത് മുഴുവൻ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല. ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ അങ്ങനെ ആയിപ്പോയി, കുറേയൊക്കെ കൂടി നമ്മളൊരു ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ആയി. പക്ഷെ നമ്മൾ ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായി കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഉറക്കമാണ് അടുത്ത പ്രശ്നം. ഇതിലിപ്പോ എല്ലാവരും രാത്രിയിൽ ഉറങ്ങുന്ന ആൾക്കാരാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് നോക്കൂ, രാത്രി 9:30 മുതൽ 10 മണി വരെ, 22 എന്ന് പറഞ്ഞാൽ 10 മണി, 10 മണിക്കുള്ളിൽ 9:30 മുതൽ 10 മണിക്കുള്ളിലാണ് എല്ലാവരും ഉറങ്ങുന്നത് എന്നാണ് ഇത്. അല്ലെ 10:30 വരെയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 10:30 വരെ, 11 മണി വരെ. ഓക്കെ, അപ്പൊ 9:30 മുതൽ 11 മണി വരെ ഉള്ള സമയത്താണ് എല്ലാവരും ഉറങ്ങുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എനിക്കതിൽ അത്ര വിശ്വാസം പോരാ. പല കുട്ടികളും 12 1 മണി വരെയും ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ടാവും. പക്ഷെ മൊബൈല് ഗെയിം കളിക്കുന്ന വീടുകൾ ഉണ്ട്. അതിന് നേരത്തെ സാറ് പറഞ്ഞ പോലെ അതിൽ നമുക്ക് ചെറിയ പരിഹാരങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതായത് നിങ്ങൾ അതിന്റെ ഒരു സയൻസ് പഠിക്കണം, നിങ്ങൾ അതിന്റെ ശാസ്ത്രം പഠിക്കണം. എന്താ ശാസ്ത്രം എന്ന് പറഞ്ഞാല്, ഈ ഉറക്കത്തെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ ഉറക്കത്തെ ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേര് മെലറ്റോണിൻ എന്നാണ്. മെലറ്റോണിൻ ഉണ്ടാവുന്നത് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന തലച്ചോറിനകത്തുള്ള ഒരു ഗ്ലാൻഡാണ്. പക്ഷെ ഈ മെലറ്റോണിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രകാശം മെലറ്റോണിന് പറ്റൂല. പ്രകാശത്തിന് സെൻസിറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രകാശം ഉണ്ടെങ്കിൽ മെലറ്റോണിൻ ഒളിച്ചിരിക്കും, പുറത്തേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, രാത്രി അധികം നേരം ഇരിക്കാൻ പാടില്ല, രാത്രി ഇരുട്ടത്ത് സ്വാഭാവികമായിട്ട് ഇരുട്ടത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ മെലറ്റോണിൻ ഉണ്ടാവും. ഈ മെലറ്റോണിൻ ആണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്, ഒന്ന്. രണ്ടാമത്തത്, ഈ മെലറ്റോണിൻ ആണ് നമ്മുടെ ജൈവ ഘടികാരം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം, അത് കഴിഞ്ഞ് എത്ര പേര് ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ ഒരു ക്ലോക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ ക്ലോക്ക് നിയന്ത്രിക്കുന്നത് ഈ മെലറ്റോണിൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് മെലറ്റോണിനാണ്. പക്ഷെ ഈ മെലറ്റോണിന് പ്രകാശം കണ്ടുകൂടാ. അതുകൊണ്ടാണ് പകൽ നേരത്ത് ഉറങ്ങരുത് എന്ന് നമ്മൾ പറയുന്നത്. പകൽ നേരത്ത് ഉറങ്ങരുത് എന്ന് പറയാൻ കാരണം എന്താ, മെലറ്റോണിൻ ചെയ്യേണ്ടുന്ന പണി മെലറ്റോണിൻ ഇല്ലാതെ നടക്കുകയാണെങ്കിൽ അത് ശരീരത്തിന്റെ പണിയായിട്ട് മാറും. അപ്പൊ മെലറ്റോണിന് ദേഷ്യം വരും. മെലറ്റോണിൻ എടുക്കേണ്ട പണി വേറെ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ മെലറ്റോണിന് ദേഷ്യം വരും. ഇനി മെലറ്റോണിന്റെ പണി എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിലും മെലറ്റോണിന് ദേഷ്യം വരും. ഇപ്പൊ മെലറ്റോണിൻ ഇരിക്കുന്നത് തലച്ചോറിനകത്താണെന്ന് പറഞ്ഞല്ലോ. ഈ തലച്ചോറിനകത്താണ് നമ്മുടെ ശരീരത്തിലെ മൊത്തം ഈ പറഞ്ഞ ഗ്രന്ഥികളുണ്ടല്ലോ, അതൊക്കെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറി മെലറ്റോണിൻ ഈ സ്ഥലത്ത് വെച്ചാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റും. അതാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ പലരിലും പൊണ്ണത്തടിയായിട്ടും, പെൺകുട്ടികളിൽ പ്രത്യേകിച്ചും PCOS, ഈ പറഞ്ഞ ആർത്തവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അണ്ഡാശയവുമായിട്ട് ബന്ധപ്പെട്ട പൊണ്ണത്തടി, സ്ഥിരമായിട്ടുള്ള തലവേദന, വയറ്റൊന്ന് ശരിക്കും കൃത്യമായിട്ട് പോവാതിരിക്കുക, ക്ഷീണം ഉണ്ടാവുക, കൂടുതലായിട്ട് വിയർപ്പുണ്ടാവുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ താളം തെറ്റുന്നതാണ്. അപ്പൊ രാത്രിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം 10 മണിക്ക് ലൈറ്റ് ഓഫ് ആക്കിയിരിക്കണം. അപ്പൊ നമ്മുടെ കുട്ടികൾ, എന്നോട് സംസാരിക്കുന്ന കുട്ടികളൊക്കെ പറയുന്നത്, ആ സമയത്ത് ഉറക്കം വരില്ല, എന്താ ചെയ്യാന്നാണ് ചോദിക്കുക. ഉറക്കം വരണ്ട. ഇരുട്ടത്ത് കിടന്നാൽ തന്നെ
നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കം വരും. കാരണം എന്താ, ഇരുട്ടിൽ കുറച്ച് കഴിയുമ്പോഴേക്കും മെലറ്റോണിൻ എത്തി ഇങ്ങനെ വരാൻ തുടങ്ങും. പക്ഷെ ചില കുട്ടികൾ ചെയ്യുന്നത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മൊബൈൽ കാണുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും അപകടകാരിയാണ്. ഇപ്പോ ഈ കണ്ണിന്റെ ആരോഗ്യം പറയുന്ന ആൾക്കാര് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസത്തില് 2 മണിക്കൂറെങ്കിലും ഇരുട്ടത്തിരിക്കണം എന്ന് പറഞ്ഞാൽ വെളിച്ചമൊന്നും ഇല്ലാത്ത, പകല് നേരമാണെങ്കിൽ വെളിച്ചമൊന്നും ഇല്ലാത്തൊരു മുറിയിൽ കണ്ണടച്ചിരിക്കണം. കാരണം എന്താ, ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കണ്ണിലേക്ക് വെളിച്ചം കൊടുത്തിട്ട് ഈ മെലറ്റോണിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. ഇതിലിപ്പം പിന്നെ 11 മണി വരെ ആണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 12 മണി വരെയും 1 മണി വരെയും ഉറക്കളച്ചിരുന്നിട്ട് മൊബൈൽ കാണുന്ന കുട്ടികളുണ്ട്. അവർ ഈ കാര്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പിന്നെ അത് തെറ്റിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്തമില്ല. നമ്മുടെ ഒരു സങ്കടം എന്താണെന്നറിയോ, അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും സങ്കടം, ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. ഇപ്പൊ സങ്കടം മാറി. ഇനിയിപ്പോ നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങൾക്ക് അറിയാം അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾക്ക് അറിയാം, അത് മനസ്സിലാക്കണം. പക്ഷെ അതാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. അല്ല നിങ്ങളെ ഇത് മൊത്തം ഉപദേശിച്ച് മാറ്റാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കത് ശരിയാക്കണം തോന്നിക്കഴിഞ്ഞാൽ ശരിയാക്കിയാൽ മതി. ഇനി ഇത് ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്ന അർത്ഥത്തിലൊന്നല്ല കേട്ടോ, ലോകത്തിലുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഓരോരുത്തരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കണം. പക്ഷെ രാവിലെ 5 മണി മുതൽ 7 മണി വരെയാണ് കുട്ടികൾ എഴുന്നേക്കുന്നത് കൂടുതൽ പേരും എന്നാണ്. അപ്പൊ ഒരു പിന്നെ 7, 7:30, 8 ഇതൊക്കെ കാണുന്നുണ്ട്. 8:30, 9, 9:30, 9:45, 10 ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോ അതും ശരിയായ കണക്കല്ല എന്നാണ്. 12 ഇപ്പൊ സ്കൂളിലെ ക്ലാസ് ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കുമായിരിക്കും. 12, 1 മണി വരെയൊക്കെ ഉറങ്ങുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് നിങ്ങളെക്കാൾ കുറച്ച് മുതിർന്ന കുട്ടികൾ, കോളേജിലൊക്കെ പോകുന്ന കുട്ടികള് പിന്നെ അങ്ങനെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെലറ്റോണിനെ ഓർമ്മിക്കുക. ഒറ്റ കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി, എന്റെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അയാളെ വേണ്ടതുപോലെ നിർത്തിയാലേ എന്റെ ജീവിതം രോഗമില്ലാതാവുള്ളൂ എന്ന് പറയുന്നൊരു സംഗതി നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഓക്കെ, ആഹാരത്തിന്റെ കാര്യമാണ് അടുത്തത്. ആഹാരം നേരത്തെ സാറ് പറഞ്ഞൊരു കാര്യമാണ്. സമയം 5:05. ഓക്കെ, ആഹാരത്തില് നമ്മൾക്ക് മിക്കവാറും കാണുന്നൊരു രീതി എന്ന് പറയുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രഭാത ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, വൈകുന്നേരം ഉണ്ട്, ഇടനേരത്ത് കഴിക്കുന്നുണ്ടെന്നാണ്. ഇടനേരത്ത് കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതും എനിക്ക് തോന്നുന്നത് പല വീടുകളിലും സംഭവിക്കുന്നത് പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കും. അതായത് 11:30, 12 മണിക്ക് കഴിക്കുന്നു. കാരണം അതുവരെയും കിടന്നുറങ്ങുന്നു. ഇതിന്റെ ഒരു പ്രശ്നം എന്താ, ഞാൻ അതിന്റെ കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഇത് പ്രശ്നമാണെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പോഴല്ലേ നമുക്കത് പ്രശ്നമാണോ അല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. നോക്കൂ, നിങ്ങളൊരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ബ്രെയിൻ ഫുഡ് എന്ന് പറയും. നമ്മുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ളത് രാവിലത്തെ ആഹാരത്തിൽ നിന്നാണ്. എന്താ കാരണം നമ്മൾ ഒരു പകൽ നേരത്ത് 3 നേരം ഭക്ഷണം കഴിക്കുന്നു, രാത്രി നേരത്ത് ഭക്ഷണം കഴിക്കുന്നേ ഇല്ല. അപ്പൊ രാത്രി നേരത്ത് തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ രാവിലെ കിട്ടുന്നതിന് ശരീരത്തിൽ ഒരു ആർത്തി ഉണ്ടാവും. അതായത് അന്ന് പകൽ നേരത്ത് മുഴുവൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണമാണ് രാവിലത്തെ ഭക്ഷണം. മനസ്സിലായല്ലോ? അപ്പോ പിന്നെ ഇതിങ്ങനെ വൈകിക്കൊണ്ടിരുന്നാലൊരു കുഴപ്പം. നമ്മളൊരു 8:30, 7:30 മുതൽ 8:30 വരെയുള്ള സമയത്താണ് സാധാരണ രാവിലെ ഭക്ഷണം കഴിക്കേണ്ടത്. ഓക്കെ, ഇത് വൈകിക്കൊണ്ടിരുന്നാലൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിന് അടുത്ത് കിട്ടുന്ന ഭക്ഷണം, അതായത് നിങ്ങളൊരു 11:30ക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉച്ചക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം കൂടുതൽ പിടിച്ചു വെക്കാൻ ശരീരം ശ്രമിക്കും. അതായത് ഇപ്പൊ രാവിലെ നിങ്ങൾ സാധാരണ ഇതിൽ 3 ദോശ കഴിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അതിപ്പോ വൈകി 10, 11, 11:30, 12 മണിയാവുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ 12 മണിക്ക് കിട്ടുന്ന 3 ദോശ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 3, 4 ദോശ ഉണ്ടല്ലോ, ഈ ദോശ മുഴുവനായിട്ടും ശരീരം ആഗിരണം ചെയ്തു വെക്കും. എന്താ കാരണം? ശരീരത്തിന് മനസ്സിലായിട്ടുണ്ട് ഇയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളല്ല, ഇയാൾ ഓരോ സമയത്ത് ഓരോ പോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് രാവിലെ റെഗുലറായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് കിട്ടുന്ന ഭക്ഷണത്തെ ശരീരം കൂടുതലായിട്ട് പിടിച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാവിലെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ച നേരത്ത് കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ തടി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അതിനർത്ഥം. ആവശ്യമില്ലാതെ പിടിച്ചു വെക്കും. മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ ഉച്ചയ്ക്ക് കിട്ടുമെന്ന് ശരീരത്തിന് അറിയാം. അപ്പൊ രാവിലത്തെ ഭക്ഷണം മുഴുവനായിട്ടും ശേഖരിച്ച് വെക്കേണ്ട കാര്യമില്ല, കാരണം അടുത്ത ഭക്ഷണം വന്നോളും. പക്ഷെ ഇപ്പൊ എന്താ, ഈ കണക്ക് മുഴുവൻ തെറ്റി. ഏത് സമയത്താ എന്താ വരികയെന്നറിയില്ല. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കണക്ക് തെറ്റുന്നത് കൊണ്ട് ശരീരം എപ്പോഴൊക്കെയാണോ കിട്ടുന്നത് ആ കിട്ടുന്ന സാധനങ്ങളെല്ലാം ശേഖരിച്ചു വെക്കും. അതിന് ഭാഗമായിട്ട് 2 കാര്യങ്ങൾ ഉണ്ടാവും. ഒന്ന്, ബ്ലഡിൽ ഷുഗർ കൂടും. എന്താ കാരണം? ഏത് സമയത്തും ശരീരത്തിന് തയ്യാറായിട്ട് നിൽക്കേണ്ടി വരികയാണ്. എപ്പോഴാ എനർജി ആവശ്യം എന്ന് അറിയില്ല. കാരണം ഇയാൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് അറിയില്ല, അല്ലെ? പണ്ടൊക്കെ ആണെങ്കിൽ എന്താണ്, രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പോകുമ്പോൾ ശരീരത്തിന് അറിയാം സ്കൂളിൽ പോകുമ്പോൾ നടന്നിട്ടാണ് പോകുന്നത്, അപ്പൊ എനർജി ആവശ്യമുണ്ട് എന്നറിയാം.
വൈകുന്നേരം കളിക്കാൻ പോകുന്നു. അപ്പം ശരീരത്തിന് അപ്പോൾ ഏത് സമയത്താണ് എനർജി ആവശ്യമുള്ളത്, ഏത് സമയത്താണ് എനർജി ആവശ്യമില്ലാത്തതെന്ന് ശരീരത്തിന് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മനസ്സിലാവുന്നില്ല ശരീരത്തിന്. അപ്പൊ ഉള്ളതൊക്കെ പിടിച്ചു വെക്കും. അപ്പൊ ബ്ലഡിൽ അപ്പൊ അങ്ങനെ കുറെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് സംഭവിക്കും? ഷുഗർ വരാനുള്ള, ശരീരത്തിന്റെ ബ്ലഡില് ഗ്ലൂക്കോസ് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തത്, ഈ പിടിച്ചു വെക്കുന്നത് കൊണ്ട് വേസ്റ്റുകൾ കുറവായിരിക്കും. സാധാരണ നമ്മളൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പകുതിയോളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി വേസ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? പകുതി ഇതിനേക്കാൾ കൂടുതൽ പിടിച്ചു വെക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യത്തിൽ കൂടുതൽ അബ്സോർപ്ഷൻ നടക്കും. അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകാനൊന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ ടോയ്ലറ്റ് പോകുമല്ലോ. ഈ ടോയ്ലറ്റ് പോകാൻ ഒന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും അത്യാവശ്യം പുറത്തേക്ക് കളയേണ്ടുന്ന കാര്യം മാത്രം പുറത്തേക്ക് കളയും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്ക് രാവിലെ ടോയ്ലറ്റ് പോവില്ല. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും 2 ദിവസത്തിൽ ഒരു പ്രാവശ്യം ടോയ്ലറ്റ് പോയാൽ മതി എന്നുള്ളൊരവസ്ഥ വരും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ദിവസവും ടോയ്ലറ്റ് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥ. അത് നമ്മൾ സൗകര്യമായിട്ടാണ് വിചാരിക്കുന്നത് പല കുട്ടികളും. പക്ഷെ പ്രശ്നം എന്താ? ഇങ്ങനെ പോയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ പലതരം ഇപ്പൊ കൊളോൺ, നമ്മൾ ഈ വൻകുടലിൽ വരുന്ന പലതരം രോഗങ്ങൾ, അത് ക്യാൻസർ ആയിട്ട് വരുന്നു, അത് ചിലപ്പോ പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നൊക്കെ പറഞ്ഞില്ല ചില രോഗങ്ങളായിട്ട് വരുന്നതിന്റെ ഒരു കാര്യം എന്താ? നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതിൽ ഒന്ന്, ആഹാരം കൃത്യസമയത്ത് കഴിക്കുന്നില്ല. അപ്പോ കൃത്യസമയത്ത് കഴിക്കാതിരിക്കുമ്പോൾ ശരീരം അത് മുഴുവനായിട്ടും ആഗിരണം ചെയ്യുമ്പോൾ വേസ്റ്റുകൾ കുറയുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും വേസ്റ്റ് കുറവായതുകൊണ്ടാണ്. നമ്മൾ പച്ചക്കറി കഴിക്കുന്നില്ല, നമ്മൾ ഈ പറഞ്ഞ ജങ്ക് ഫുഡ്, നേരത്തെ സാറ് പറഞ്ഞില്ല, ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഒന്നുമില്ല, എല്ലാം ആഗിരണം ചെയ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു പിന്നെ വേവിക്കാത്ത പച്ചക്കറി ഏതെങ്കിലും, കുറച്ച് കക്കിരിക്കയോ ഒക്കെ, കുറച്ച് പിന്നെ വെള്ളരിക്കയോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നില്ല, നമ്മൾ ചക്ക കഴിക്കുന്നില്ല, ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വേസ്റ്റ് പുറത്തേക്ക് പോകാൻ ഉള്ള, അല്ലെങ്കിൽ ഇലക്കറികൾ കഴിച്ചു കഴിഞ്ഞാൽ കുറെ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഈ ആഹാരം നമ്മൾ കഴിക്കുന്നത് ആഗിരണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആഹാരം കഴിക്കുന്നത് കുറെ കാര്യങ്ങൾ വേസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി കൂടിയാണ്. ആ വേസ്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് ശരീരത്തിലെ കുടലിനകത്തുള്ള വൻകുടലിലും ചെറുകുടലിനകത്തുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചലനം, അവിടുത്തെ ഒരു മൂവ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആഹാരക്രമം വളരെ പ്രധാനമാവുന്നത് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ശരീരത്തിനകത്തുനിന്ന് ചില സംഗതികൾ പുറത്തേക്ക് പോകാനും കൂടിയാണ്. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കണമെന്നുണ്ട്, ഓരോരുത്തരും നേരിട്ട് ചോദിക്കണമെന്നുണ്ട്, എത്ര ദിവസം കൂടുമ്പോൾ കക്കൂസ് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പേര് പറയും 2 ദിവസം കൂടുമ്പോഴൊക്കെ പോകും, പോയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെ? ചിലപ്പോൾ രാവിലെ വൈകുന്നേരം പോകും, ഒരു ക്രമമില്ലാതെ പോകുന്നു. അപ്പൊ ഈ ടോയ്ലറ്റിംഗ് ക്രമമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് നിങ്ങളുടെ ശരീരത്തെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കാൻ പോകുന്നു. ടോയ്ലറ്റിൽ പോവാത്തത് കൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞ പ്രശ്നം കൊണ്ടാണ്. ടോയ്ലറ്റിൽ ഇപ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലായിരിക്കും, പക്ഷെ ആ വരുന്നതിന്റെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതാണ് ആഹാരത്തെ കുറിച്ച് പറയാനുള്ളത്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു, അതിൽ കൂടുതൽ പേരും വെള്ളം കുടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 2 മുതൽ 3 ലിറ്റർ വരെയൊക്കെ ഈ സമയത്ത് വെള്ളം കുടിക്കണം, കൃത്യമായിട്ട് കുടിക്കണം. അതിന് വല്ലാതെ കൂടുതൽ കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും മൊബൈലിൽ കളിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ മറന്നു പോകും, അത് ശ്രദ്ധിക്കണം. വ്യായാമത്തിന്റെയും കളിയുടെയും കാര്യം ഞാൻ പറഞ്ഞു ഇല്ലേ? ഇതിലിപ്പോ പിന്നെ തീരെ ഇല്ല എന്ന് പറയുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാ ദിവസവും ഉണ്ട്, വ്യായാമം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരും കുറവാണ്. 30% ആൾക്കാർ മാത്രമാണ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ഇടയ്ക്കിടയ്ക്കോ പലപ്പോഴായിട്ടോ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇന്ന് വീട്ടിൽ പോയാൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, സ്കിപ്പിംഗ് ചെയ്യാം, വീട്ടിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പം ഷട്ടിലോ അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞ ജോഗിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഓടുക, ദൂരത്തിൽ ഓടണ്ട, കാല് പൊക്കി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓടുന്ന രീതിക്കാണ് ജോഗിങ് എന്ന് പറയുന്നത്. പിന്നെ യോഗയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കോവിഡ് കാലത്ത് വിദ്യാലയത്തിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ എന്തൊക്കെ? നിങ്ങൾ പറഞ്ഞ പ്രയാസങ്ങളാണ്. പഠനം വേണ്ടതുപോലെ ആകുന്നില്ല എന്ന് പറഞ്ഞു, അത് സ്വാഭാവികം, കുഴപ്പമില്ല. കാരണം എന്താ? അത് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരിക്കലും എല്ലാ കാലത്തേക്കും തുടരാവുന്ന ഒരു എഡ്യൂക്കേഷൻ അല്ല, നമുക്ക് വേണ്ടതുപോലെ പഠിക്കാൻ പറ്റുന്നില്ല. അതാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. അധ്യാപകരെ കാണാൻ സാധിക്കുന്നില്ല, കൂട്ടുകാരെ കാണാൻ സാധിക്കുന്നില്ല, യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, ദിനചര്യ തെറ്റുന്നു. ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് വാട്സപ്പിൽ കൂട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സമയം വേണം, അത് ഉപയോഗിക്കണം. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൽ നിന്ന് നമ്മൾ അങ്ങനെ അല്ലാത്തൊരു സമയവും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? കണ്ടോ, മടുപ്പാണ് മിക്കവാറും ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന മടുപ്പ് എന്നാണ്. അതാണ് 36%, അല്ലെ 3 കൂടുതൽ ആൾക്കാരും പറഞ്ഞിരിക്കുന്ന മടുപ്പാണ്. ഒന്നിലും താല്പര്യമില്ലായിക 40% ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ ഉറക്കക്കുറവുണ്ട്,
വിശപ്പ് കുറവുണ്ട്, പിരിമുറുക്കമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ പിന്നെ മനസ്സിന്റെ പ്രശ്നങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതാണ്. ഓക്കെ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ വീട്ടില് മറ്റ് പ്രവർത്തനങ്ങള് ഏർപ്പെടുന്നുണ്ട്. പിന്നെ അച്ഛനമ്മമാരെ സഹായിക്കുന്നുണ്ട്, വായന, എഴുത്ത്, സർഗാത്മക പ്രവർത്തനം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം അല്ലെ? അച്ഛനമ്മമാരെ സഹായിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? അച്ഛനമ്മയെ അടുക്കളയിൽ സഹായിക്കുന്നു, അച്ഛനെ തോട്ടം നനയ്ക്കാൻ സഹായിക്കുന്നു, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നല്ല കാര്യം. ഓക്കെ. കോവിഡ് കാലത്ത് വീട്ടിലെ അന്തരീക്ഷം എത്രത്തോളം ആരോഗ്യകരമാണ്? വളരെ ആരോഗ്യകരം, തരക്കേടില്ല, തീരെ ആരോഗ്യകരമല്ല എന്നാണ്. വളരെ ആരോഗ്യകരം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഭാവിയിൽ വിദ്യാലയ പഠനത്തിന്റെ കൂടെ ഓൺലൈൻ പഠനം തുടരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? 41.6% പറഞ്ഞാൽ തുടർന്നാൽ നല്ലതാണെന്നാണ്. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കോവിഡ് കഴിയുന്നതോടുകൂടി പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു 4-5 വർഷങ്ങൾ തുടർന്ന് നിൽക്കാൻ പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും ഇത് കഴിഞ്ഞ് പുറത്തു വരുന്ന നമ്മൾ പഴയ നമ്മളെ ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്ത വേറെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ നമ്മൾ മൊബൈലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചെവിയും കണ്ണും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവിടെ നിങ്ങൾ ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നില്ല, ഒരു പൂവിന്റെ മണം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കുറെ കാലം കഴിയുമ്പോൾ മണം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അതാണ് നമ്മുടെ മനുഷ്യന്റെ ബ്രെയിൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മനുഷ്യന്റെ ബ്രെയിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണ് കഴിച്ചതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയുന്നില്ല അല്ലെ? അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം, വൈകുന്നേരം വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ എന്തൊക്കെ ടേസ്റ്റുകൾ ഉണ്ടെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ശരിക്കും അമ്മമാരോട് കൂടിയുള്ള ക്ലാസ് ആണെങ്കിൽ അമ്മമാരോട് പറയായിരുന്നു, എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ടേസ്റ്റ് ആണ് അതിലുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ ഒരു കാര്യം അറിയുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് അറിവ് ഉണ്ടെന്ന് നമ്മൾ അറിയല്. ഞാൻ അറിയുന്നു എന്നറിയുന്നത് അല്ലേ? നമ്മളൊരു കാഴ്ച കാണുന്നു, ശരിയാണ്. അതിനേക്കാൾ പ്രധാനമാണ് എന്ത്? ഞാൻ കാണുന്നു എന്നറിയുന്നത്. അതിനേക്കാൾ പ്രധാനമാണ്. ഞാൻ ഒരു ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ ഞാൻ മധുരം കഴിക്കുന്നു, എരിവ് കഴിക്കുന്നു, പുളി കഴിക്കുന്നു. ഓക്കെ. അപ്പൊ അതിനെ പോലെ തന്നെ പ്രധാനമാണ് ഞാൻ മധുരം കഴിച്ചു എന്ന് അറിയുക, ഞാൻ പുളിയാണ് കഴിച്ചതെന്ന് അറിയുക. നമ്മൾ മിക്കവാറും അറിയുന്നത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ടേസ്റ്റ് വരുമ്പോൾ അത് വേണ്ടാന്ന് പറയൽ മാത്രമാണ് നമ്മുടെ പരിപാടി. നമുക്ക് കയ്പ് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ കയ്പ് കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ കയ്പ് വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ പിന്നെന്തൊക്കെയാ നമ്മൾ കഴിച്ചതെന്നോ അത് എന്തൊക്കെ രസമുണ്ടെന്നോ, നമ്മുടെ നാവിലെ രസമുകുളങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ എന്താവും? ഇങ്ങനെ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രസം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, ഗന്ധം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, ഇതൊക്കെ ഈ ചൂടും തണുപ്പും അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നമുക്കാകെ കണ്ണും ചെവിയും മാത്രമായിട്ട് നമ്മുടെ ജീവിതം മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്ക് വേണ്ടതുപോലെ മറ്റുള്ളവരെ ഇപ്പൊ നിങ്ങൾ കുറെ കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് പൈലറ്റ് ആവണം, ഡോക്ടർ ആവണം, ഇങ്ങനെയൊക്കെ പറയില്ലേ? പക്ഷെ അതിനൊക്കെയും ശ്രദ്ധ വേണം. ഡോക്ടർ ആവണമെങ്കിലേ ഒരാളോട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് അവരോട് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കാൻ പറ്റണം. പൈലറ്റ് ആവണമെങ്കിൽ വേറെ ഒന്നും ഓർക്കാതെ 3 മണിക്കൂർ നേരം ഇതിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റണം. പക്ഷെ നമ്മൾ ഇപ്പൊ സംഭവിക്കുന്നത് ഈ മൊബൈലും ഇതൊക്കെ മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാം ചലിക്കുന്ന രൂപങ്ങളല്ലേ, ഫാസ്റ്റ് ആയിട്ട് ചലിക്കുന്ന രൂപങ്ങളാണ്. നമുക്കൊരു 5 മിനിറ്റിൽ കൂടുതൽ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഒരു ഇതുണ്ടാക്കുന്ന പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല, മറ്റുള്ളവർ വേണ്ടതുപോലെ സംസാരിക്കാൻ പറ്റില്ല, മറ്റുള്ളവരോട് വേണ്ടതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് 25 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഒറ്റക്കൊരാൾ നിങ്ങളൊക്കെ മാറും. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും മാറുമെന്നൊന്നും അല്ല, ഇങ്ങനെയാണെങ്കിൽ മാറുന്ന ഞാൻ പറഞ്ഞു. എല്ലാവരും അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം. ഒറ്റക്കൊരാളായിട്ട് വേറെ ആളെ ആരെയും അടുത്ത് വരുന്ന ഇഷ്ടമല്ല, വേറെ ആരെയും മനസ്സിലാക്കുന്നത് ഇഷ്ടമല്ല, വേറെ ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല, ഒറ്റക്കൊരാളായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വിവാഹത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്ന് പറയാം. ഇതാണ് ഡൈവേഴ്സ് കൂടാനുള്ള കാരണം. അതിപ്പോ തന്നെ സംഭവിക്കുന്നുണ്ട്, പഴയ പോലെ അല്ല. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത കാര്യങ്ങൾ ആലോചിക്കാൻ. അപ്പൊ ഇനി ഞാൻ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ഇങ്ങോട്ട് സർവേയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് ഞാൻ പറയുകയാണ് ചെയ്തത്. ഇനി കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ഈ ക്ലാസ് ഒന്ന് നിർത്തിയിട്ട് നമുക്ക് പിന്നെ ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് പോവാം അല്ലെ? സ്വോദാഹരണ ക്ലാസ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഡെമോൺസ്ട്രേഷനിലേക്ക് പോവാം. അപ്പൊ അത് ഡോക്ടർ പിന്നെ ഇന്ദു ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ദു,
അപ്പൊ ഇന്ദു പിന്നെ നമുക്കുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് ആയിട്ട് നമുക്ക് കേട്ടതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇന്ദുലേക്ക്. ഓവർ ടു ഇന്ദു. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞ ടോപ്പിക് കേട്ടിട്ടുണ്ടായിരിക്കും. ദിനചര്യയില് നമുക്ക് ഇന്നത്തെ മൊബൈൽ യൂസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ഷമയുടെ കാര്യവുമാണ് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കേട്ടിട്ടുള്ള എല്ലാവർക്കും യോഗ എങ്ങനെ നമ്മളുടെ ഈ ഡെയിലി ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും, ഇതിനൊക്കെ ഒന്ന് തരണം ചെയ്യാനായിട്ടുള്ള ഒരു 3 എക്സസൈസസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളുടെ കണ്ണുകളാണല്ലേ. ആ കണ്ണുകളുടെ സ്ട്രെയിൻ കുറയ്ക്കാനുള്ള ഒരു എക്സസൈസ് ആണ് ഐബോൾ എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഐബോൾ മാത്രമല്ല, നമ്മളുടെ കണ്ണ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ശ്വാസം യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു വോയിസോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ വോയിസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സെൽസിനെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ ചെറിയ കുട്ടികളിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നതാണ് പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണടകൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഈ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണുമെന്നുള്ളത് നമ്മൾ റിസർച്ചിൽ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഐബോൾ എക്സസൈസ് ആണ്. നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കണം. എന്തെങ്കിലും ഒന്ന് റിപ്ലൈ തരുമോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു ചെയറിലാണെങ്കിൽ പോലും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കാം. എന്റെ കണ്ണുകളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ണടച്ച് ഒരു നിമിഷം നമ്മൾ നന്നായിട്ട് കണ്ണടച്ച് പൂർണ്ണമായിട്ട് നമ്മളുടെ കണ്ണിലേക്ക് തന്നെ മനസ്സിനെ കൊണ്ടുവരിക. ദെൻ അതിനുശേഷം 10 ടൈംസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. 1 എന്ന് പറയുമ്പോൾ മുകളിലേക്ക് എത്ര അറ്റത്തേക്ക് നമുക്ക് ഉയർന്ന് കാണാൻ സാധിക്കുമോ അത്രയും മുകളിലേക്ക് നമ്മൾ നോക്കുക. 2 എന്ന് പറയുമ്പോൾ താഴേക്ക്. ഇതാണ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ എക്സസൈസ് ആണ്. ഒരു 10 ടൈംസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 1 up, 2 down, 3, 4, 5, 6, 7, 8, 9, 10. അതിനുശേഷം കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം നന്നായിട്ട് നിങ്ങളുടെ 2 കൈകളും നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളുടെ ഈ അറ്റം മുതൽ വിരൽ വരെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കയ്യിൽ ചൂട് കെട്ടിക്കഴിഞ്ഞാൽ കൈയിന്റെ ഈ ഒരു ഉള്ളം കൈയിന്റെ ഭാഗം കണ്ണിന്റെ ഇങ്ങനെയായിട്ട് വെക്കുക. അതായത് ഈ ഒരു ഭാഗത്ത് വെക്കുക, എന്നിട്ട് കൈകൾ ഇങ്ങനെ വെക്കുക. കണ്ണിന്റെ ഉള്ളിൽ യാതൊരു കാരണവശാലും തൊടാനായിട്ട് പാടില്ല. എന്നിട്ട് ആ ഇളം ചൂടിനെ കണ്ണിന് ചുറ്റും ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കണ്ണിന് ചുറ്റും കൊണ്ടുവന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ണിന് ചുറ്റും സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി സ്വയം ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 2 സെക്കൻഡ് അങ്ങനെ ഇരുന്നതിന് ശേഷം കൈകൾ വീണ്ടും റിലീസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് മൂവ്മെന്റിലേക്കാണ് പോകുന്നത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറയും. 1 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് കണ്ണടയ്ക്കുക. ദെൻ 1 റൈറ്റ്, 2 ലെഫ്റ്റ്, 3 എത്ര കോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്രയും നമ്മൾ നോക്കുക. 4, 5, 6 ഇങ്ങനെ 10 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും കൈകൾ നന്നായിട്ട് കൂട്ടി വിടരുക. നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റബ്ബ് ചെയ്യുക. കപ്പ് ഷേപ്പിലാക്കുക. കണ്ണിന്റെ ഉള്ളിൽ തൊടാതെ കണ്ണിന് ചുറ്റും കൈകൾ വരുന്ന രീതിയിൽ നന്നായിട്ട് പാമിങ് ആയിട്ട് നമ്മൾ ചെയ്യുക. ഈ സ്റ്റെപ്പിലും നന്നായിട്ട് ചൂടിനെ നന്നായിട്ട് അറിയാൻ ശ്രമിക്കാം. ഈ ചൂട് ലഭിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചൂട് തരുമ്പോൾ നമ്മളുടെ കണ്ണിന് ചുറ്റും ഒരുപാട് പേശികളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ എന്നുള്ള ഒരു പൊസിഷനാണ് ചെയ്യുന്നത്. അതായത് റൈറ്റ് അപ്പ് ഒരു വശം മുകളിലേക്ക് നോക്കുക, ഇടത് വശം താഴേക്ക് കൊണ്ടുവരിക. റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് ഡൗൺ, റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ. അതിനുശേഷം വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. കണ്ണടച്ച് കൈ ഇതുപോലെ തന്നെ നമ്മൾ റബ്ബ് ചെയ്ത് നന്നായിട്ട് കണ്ണിന് ചുറ്റും വെക്കുക.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നന്നായിട്ട് ആ പ്രഷർ അങ്ങോട്ട് റിലീസ് ചെയ്യുക. കണ്ണിന്റെ ഉള്ളിൽ തൊടരുത്, കണ്ണിന് ചുറ്റുമായിരിക്കരുത്. ഇതിപ്പോ കണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും കണ്ണിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ അമർന്നു പോകരുത്. ഇവിടെ ഇങ്ങളായിരിക്കണം ആ പ്രഷർ കൊടുക്കേണ്ടത്. ദെൻ തേർഡ് വൺ വീണ്ടും വരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് ഹാഫ് റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് ഹാഫ് റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് ഹാഫ് റൈറ്റ് ഡൗൺ. ഇങ്ങനെ ഒരു 5 times ഇത് ചെയ്യുക. വീണ്ടും കൈകൾ നന്നായിട്ട് ചുറ്റിയിടുക. അതേപോലെ കണ്ണിന് ചുറ്റുമായിട്ട് വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായിട്ട് കണ്ണിന് ചുറ്റും പ്രസ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. ഇൻഹേൽ, പ്രസ്, എക്സേൽ, റിലീസ്. അങ്ങനെ 3 times ആണ് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം റൊട്ടേഷൻ എന്നുള്ള മൂവ്മെന്റ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ജസ്റ്റ് ഒന്ന് വെറുതെ റൗണ്ട് അടിച്ചാണ് പോവുക. പക്ഷെ ഇതിൽ ഓരോ പോയിന്റും നമ്മൾ ചെറുതായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ചില ഭാഗങ്ങളിൽ നമ്മളുടെ കണ്ണുകൾക്ക് സ്ട്രെയിൻ ഉണ്ട്, ചില ഭാഗങ്ങൾ ഓക്കെ ആണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണ് ഒന്ന് നോക്കുക, എങ്ങനെയാന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് മുകളിലേക്ക് നോക്കുക. റൈറ്റ് അപ്പ്, വലതുവശം മുകളിലേക്ക്, റൈറ്റ് വലത് വശത്തേക്ക്, റൈറ്റ് ഡൗൺ, ഡൗൺ, ലെഫ്റ്റ് ഡൗൺ, ലെഫ്റ്റ്, ലെഫ്റ്റ് അപ്പ്, അപ്പ്. കൈ വേണമെന്നില്ല, നമ്മൾ കണ്ണ് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പ്, റൈറ്റ് അപ്പ്, റൈറ്റ്, റൈറ്റ് ഡൗൺ, ഡൗൺ, ലെഫ്റ്റ് ഡൗൺ, ലെഫ്റ്റ്, ലെഫ്റ്റ് അപ്പ്, അപ്പ്. 3 rounds ഇതുപോലെ ക്ലോക്ക് വൈസിൽ ഓരോ പോയിന്റിലും ഫോക്കസ് ചെയ്ത് ചെയ്യുക. ദെൻ ആന്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് അപ്പ്, ലെഫ്റ്റ്, ലെഫ്റ്റ് ഡൗൺ, ഡൗൺ, റൈറ്റ് ഡൗൺ, റൈറ്റ്, റൈറ്റ് അപ്പ്, അപ്പ്, ലെഫ്റ്റ് അപ്പ്, ലെഫ്റ്റ്, ലെഫ്റ്റ് ഡൗൺ, ഡൗൺ, റൈറ്റ് ഡൗൺ, റൈറ്റ്, റൈറ്റ് അപ്പ്, അപ്പ്. ഇതിനുശേഷം നന്നായിട്ട് കണ്ണടയ്ക്കുക. കൈകൾ നന്നായിട്ട് കൂട്ടി ഉരസുക. ഈ സമയത്ത് നമ്മൾ ആഫ്റ്റർ ഇൻഹലേഷൻ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം മകാരം എന്നുള്ള ഒരു ചാൻഡിങ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കൈകൾ വെക്കുക, ചുറ്റും വെക്കുക. ദെൻ ടേക്ക് ഡീപ് ബ്രീത്ത്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മകാരത്തോട് കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു തവണ കാണിച്ചു തരാം. ഇൻഹേൽ, പ്രസ്, ദെൻ inhale, press, കൈകൾ മെല്ലെ റിലീസ് ചെയ്യുക. കണ്ണടച്ച് ഒരു നിമിഷം കണ്ണിൽ വന്നിട്ടുള്ള മാറ്റത്തെ ശ്രദ്ധിക്കുക. ഈ ഒരു എക്സസൈസ് നിങ്ങൾ എപ്പോഴൊക്കെയാണോ സ്ക്രീൻ, ഇപ്പൊ 1 hour വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എങ്കിൽ അതിന്റെ ഇടയിലുള്ള ബ്രേക്ക് ടൈമിൽ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുവാണെച്ചെങ്കിൽ കണ്ണിന്റെ പവറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. നമുക്ക് സ്ട്രെയിൻ ഒക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്ക്രീൻ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹെഡേക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ റിസർച്ചിൽ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഇതൊരു സെറ്റ് ഓഫ് എക്സസൈസ് ആണ്. നമ്മളുടെ കണ്ണുകൾക്ക് വേണ്ടി, കണ്ണുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത മകാര ചാൻഡിങ് എന്നുള്ളത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വേറൊരു എക്സസൈസ് ആണ്. അത് നമ്മളുടെ ത്രോട്ടിനെ ആയാലും ബ്രെയിൻ സെൽസിനെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മെമ്മറി ലോസ് എന്നുള്ള പറയുന്ന മറന്നുപോയി എന്നുള്ള ഒരു പ്രോബ്ലത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഭ്രാമരി പ്രാണായാമം എന്ന് പറയുന്നത്. ഭ്രമരി മീൻസ് ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് എന്നുള്ളതാണ്. ആ ഭ്രമരം മൂളുന്നത് പോലെയുള്ള ഒരു എക്സസൈസ് ആണ്. ഇതിൽ ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിലൊരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരാൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അവർക്ക് മൈൽഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ മകാരം മാത്രമായിട്ട് ചെയ്യാം എന്നുള്ളതാണ്.
അത് മറ്റൊന്നുമല്ല, നമ്മളുടെ ചെവിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഇംബാലൻസിങ് ഉള്ള ആൾക്കാർ യാതൊരു കാരണവശാലും ഭ്രാമരി ഈ ഒരു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രാണായാമം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ബാക്കി എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇപ്പൊ പറഞ്ഞു മടുപ്പ് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സർവേയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 റൗണ്ട്സ് നമ്മൾ ഇത് ചെയ്യുവാണെന്ന് വെച്ചെങ്കിൽ മനസ്സും ശാന്തമാവും, നമുക്ക് കുറച്ചും കൂടി റീഫ്രഷ് ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്റെ പ്രത്യേകത. അപ്പൊ എങ്ങനെയാ ചെയ്യുക എന്നുള്ളത് നോക്കുക. ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് നിവർന്നിരിക്കുക. നിവർന്നിരുന്നതിന് ശേഷം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ നാവ്, ഇതിപ്പോ നിങ്ങളുടെ നാവാന്ന് വെച്ചോളൂ, ഈ നാവ് നന്നായിട്ട് മടക്കുക. മടക്കുമ്പോൾ നമുക്ക് സോഫ്റ്റ് പാലറ്റ് ഉണ്ട്. നമ്മളിങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ നമ്മളുടെ അണ്ണാക്കിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ഥലം കുറച്ച് ഹാർഡും ഒരു സ്ഥലം കുറച്ച് സോഫ്റ്റും ആണെന്നുള്ളത്. അപ്പൊ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് നാവ് ഇങ്ങനെ കുത്തിവെക്കുക. അതിനുശേഷം ചെവിയും കൂടി അടച്ചതിന് ശേഷം നന്നായിട്ട് എന്നുള്ള ശബ്ദത്തില് ശ്വാസം പുറത്തേക്ക് വിടുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു തവണ കാണിക്കാം, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ എന്റെ കൂടെ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളയുക. എങ്ങനെയാന്നുള്ളത് നോക്കാം. കണ്ണടച്ചിരിക്കുക, ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക, നാവ് മടക്കി സോഫ്റ്റ് പാലറ്റിലായിട്ട് അണ്ണാക്കിലായിട്ട് വെക്കുക. ചെവി ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെക്കുക. Then take deep breath, ശ്വാസം ഉള്ളിലേക്ക്. വീണ്ടും ഇൻഹേൽ. ഇങ്ങനെ റിപ്പീറ്റേഷൻ കൊടുക്കുക. ഓരോത് കഴിയുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ചെവി ഒന്ന് ലൂസാക്കി കൊടുക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മകാരം ചാൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാവ് നോർമൽ ആക്കി വെക്കുക. അടുത്ത ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നാവ് മടക്കി വെച്ചിട്ട് ചെയ്താൽ മതി. ഇതാണ് ഭ്രാമരി പ്രാണായാമം എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷനും പറഞ്ഞിട്ടുണ്ട്, ബെനിഫിറ്റും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എപ്പോ വേണമെങ്കിലും നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാനും നമുക്ക് കൂടുതൽ എനർജറ്റിക് ആക്കാനും ഒക്കെ സഹായിക്കുന്ന, അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു പല പ്രശ്നങ്ങൾ പറഞ്ഞതിൽ PCOD, ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ഡിസീസസിനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെയൊക്കെ ബാലൻസ് ചെയ്യാനും കൂടിയിട്ട്, മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യാൻ കൂടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രാണായാമമാണ്. അതാണ് നാഡീശോധന പ്രാണായാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യാൻ ഒരു ലിമിറ്റേഷനും ഇല്ല, ആർക്കും വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ്. ഇപ്പൊ ഓരോ ക്ലാസ് കഴിയുമ്പോഴും മടുപ്പോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭ്രാമരി പ്രാണായാമം നാഡീശുദ്ധി പ്രാണായാമം നമ്മൾ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന മുദ്ര നാസികാ മുദ്ര എന്നുള്ളതാണ്. നമ്മളുടെ വലത് കൈയില് ചൂണ്ടുവിരലും നടുവിരലും നന്നായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം നമ്മളുടെ വലത് മൂക്ക് നന്നായിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം നന്നായിട്ട് പുറത്തേക്ക് വിടാം. എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വിടാൻ സാധിക്കുമോ അത്രയും നന്നായിട്ട് പുറത്തേക്ക് മെല്ലെ മെല്ലെ പുറത്തേക്ക് വിടുക. അതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പൂർണ്ണമായും എടുത്തു കഴിഞ്ഞാൽ ഇടത് മൂക്ക് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം വലത് മൂക്ക് നന്നായി തുറന്നു കൊടുക്കാം. തുറന്നു കഴിയുമ്പോൾ നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതേ മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എടുത്തതിന് ശേഷം വലത് മൂക്ക് അടച്ചു വെച്ച് ഇടത് മൂക്ക് നന്നായിട്ട് തുറന്നു കൊടുക്കുക. ഇത്രയാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയും ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റൗണ്ട് ചെയ്തിട്ട് കാര്യമില്ല, മിനിമം നമ്മൾ 5 to 9 റൗണ്ട്സ് എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം
ഇങ്ങനെ ശബ്ദത്തോടു കൂടി ഒരു കാരണവശാലും ചെയ്യരുത്. അതേപോലെ പ്രഷർ കൊടുത്ത് ചെയ്യാനായിട്ട് പാടില്ല. വളരെ സാവധാനമായിരിക്കണം. നമ്മളൊരു എണ്ണ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ശ്വാസം പോകേണ്ടത്. അതോടൊപ്പം തന്നെ ആ ശ്വാസത്തിനൊപ്പം തന്നെ നമ്മളുടെ മനസ്സും കൊണ്ടുവരാനായിട്ട് നോക്കുക. മനസ്സ് വേറെ സ്ഥലത്തും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വേറെ സ്ഥലത്തും ആണെങ്കിൽ അതിൽ അത്ര വലിയ കാര്യം ഉണ്ടായിരിക്കില്ല. രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ഒന്നും കൂടി ചെയ്ത് നോക്കാം. വേണമെങ്കിൽ എന്റെ കൂടെ തന്നെ ചെയ്യാം. വലത് കൈയിൽ നാസികാമുദ്ര, വലത് കൈയിലെ ചൂണ്ടുവിരലും നടുവിരലും നന്നായിട്ട് മടക്കുക. സാവധാനം വലത് മൂക്ക് അടച്ചു വെച്ച് കണ്ണുകൾ അടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ഇടത് മൂക്ക് അടച്ചു വെച്ചതിന് ശേഷം വലത് മൂക്ക് തുറന്നു കൊടുക്കുക. ശ്വാസം പുറത്തേക്ക് ഒഴുകുന്നതായി മനസ്സുകൊണ്ട് തിരിച്ചറിയാൻ ശ്രമിക്കുക. വീണ്ടും അതേ മൂക്കിലൂടെ വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വലത് മൂക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇടത് മൂക്ക് നന്നായി തുറക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് ഒഴുകുന്നത് മനസ്സുകൊണ്ട് അറിയാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക്, ഇടതടച്ച് വലത് തുറക്കുക. എക്സേൽ, വീണ്ടും ഇൻഹേൽ, ക്ലോസ്, ഓപ്പൺ, എക്സേൽ. ഇങ്ങനെ ഒരു 5 റൗണ്ട്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഈ ഒരു 3 പ്രാക്ടീസസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് നമ്മളുടെ കണ്ണുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അത് എങ്ങനെയാന്ന് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ഐബോൾ മൂവ്മെന്റ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക. 5 to 10 റൗണ്ട്സ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചെയ്യുക. ചെയ്തതിനു ശേഷം വീണ്ടും കണ്ണുകൾ അടച്ച് കൈ നന്നായിട്ട് കൂട്ടി ഉരസുക. കയ്യിൽ ചൂട് ലഭിച്ചു കഴിഞ്ഞാൽ കൈ ഒരു കപ്പ് ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ കപ്പ് ഷേപ്പിലാക്കിയതിനു ശേഷം കണ്ണിന് ചുറ്റുമായിട്ട് വെക്കുക. ചുറ്റും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ആ കയ്യിലുള്ള ചൂട് കണ്ണിന് ചുറ്റും എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നും കണ്ണിന് ചുറ്റും വരുന്ന പേശികളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ ഒന്ന് അറിയാനും ശ്രമിക്കുക. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണ്. വലത് വശത്തേക്കും ഇടത് വശത്തേക്കും നമ്മൾ മാറി മാറി ഐബോൾസ് മാത്രം കൊണ്ടുവരാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കഴുത്ത് യാതൊരു കാരണവശാലും മൂവ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമായിരിക്കണം മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരു 5 to 10 റൗണ്ട്സ് ചെയ്യാം. വീണ്ടും കണ്ണുകൾ അടച്ച് കൈ നന്നായിട്ട് റബ്ബ് ചെയ്യുക. കൈ ചൂടായി കഴിഞ്ഞാൽ കൈ നന്നായിട്ട് കപ്പ് ഷേപ്പിലാക്കി കണ്ണിന് ചുറ്റും വെക്കുക. ആ ചൂടിനെ വീണ്ടും ഈ 2 സൈഡിലും അതുപോലെ തന്നെ മുകളിലും താഴെയൊക്കെ കിട്ടുന്നത് ഫീൽ ചെയ്യാനായിട്ട് നോക്കാം. ദെൻ തേർഡ് വൺ വരുന്നത് നമ്മൾ ഡയഗണൽ മൂവ്മെന്റ് ആണ്. റൈറ്റ് അപ്പ്, വലത് വശം മുകളിലേക്കും ഇടത് വശം താഴേക്കും. റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ. ഒന്ന് ചെറുതായി പോസ് ചെയ്ത് ഒരു 5 ടൈംസ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് കൈകൾ നന്നായിട്ട് കൂട്ടി ഉരസി ഇതുപോലെ കണ്ണിന് ചുറ്റുമാക്കി വെക്കുക. ആ സമയത്ത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതായത് ബ്രീത്തിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇൻഹേൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് കണ്ണിന് ചുറ്റും ഒന്ന് നന്നായിട്ട് പ്രസ്സിങ് കൊടുക്കുക. എക്സേൽ എന്ന് പറയുമ്പോൾ ആ പ്രഷറാണ് റിലീസ് ചെയ്യുക. കണ്ണിൽ നിന്ന് കൈകൾ എടുക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഇൻഹേൽ, പ്രസ്, എക്സേൽ, റിലീസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. ദെൻ അത് അങ്ങനെ ഒരു 3 ടൈംസ് ഇൻഹലേഷനും എക്സലേഷനും ചെയ്യാം. ദെൻ അതിനുശേഷം അടുത്തതിലേക്ക് പോവുക. ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ. ഓപ്പോസിറ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കൈകൾ ചൂടാക്കി കണ്ണിന് ചുറ്റും വെക്കുക. ഇൻഹലേഷനോട് കൂടി പ്രസ് ചെയ്യുക. എക്സലേഷനോട് കൂടി ആ പ്രഷർ റിലീസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ റൊട്ടേഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഐബോൾ, കണ്ണിലെ കൃഷ്ണമണി ആദ്യം മുകളിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് അപ്പ്, ദെൻ സാവധാനം റൈറ്റ് സൈഡിലേക്ക്, ദെൻ ഡൗൺ, ദെൻ താഴേക്ക് കൊണ്ടുവരിക. ലെഫ്റ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, അപ്പ്. ഈ ഒരു മൂവ്മെന്റിൽ ഫസ്റ്റ് ക്ലോക്ക് വൈസ് ദെൻ ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക. കൈ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് നന്നായിട്ട് കണ്ണിന് ചുറ്റും കൊണ്ടുവരിക.
ഇൻഹേൽ ചെയ്ത് പ്രസ് ചെയ്യാം, എക്സലേഷനോട് കൂടി മകാരം ചാൻഡ് ചെയ്തിട്ട് നിർത്താം. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ തന്നിട്ടുള്ള 2 പ്രാണായാമം നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് അയക്കാം. ബാക്കിയുള്ളത് സാറ് പറയും. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ. നമസ്കാരം. അത് എനിക്ക് തോന്നുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓക്കെ, ശബ്ദം കേൾക്കാലോ അല്ലേ ടീച്ചറെ? എന്ത് ശബ്ദം കേൾക്കില്ല. അപ്പൊ നമുക്കിനി ആലോചിക്കേണ്ടത്, എനിക്ക് 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്. നമുക്ക് എത്രത്തോളം സമയം എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ 6 മണിയാണ് സമയം. നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂറാണ് ഇപ്പൊ ആയത്. അപ്പൊ നമുക്ക് എത്ര മണി വരെ പോകാന്നുള്ളതനുസരിച്ച് ചെയ്യാം. സമയം ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഇപ്പൊ 86 പേരായി. അതെ, കുറച്ച് കുട്ടികളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി അങ്ങോട്ടുള്ള സമയത്തെ. അപ്പൊ എന്നാ ഒന്ന് പറഞ്ഞെന്ന കൺക്ലൂഡ് ആയിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്ന് ചർച്ചയിലേക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. ആയിക്കോട്ടെ ഡോക്ടർ, ആയിക്കോട്ടെ. ഓക്കെ. അപ്പോ പിന്നെ നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ തരികയാണ് നമ്മൾ ആ സർവേ റിപ്പോർട്ടിലൂടെ ചെയ്തത്. 2 കാര്യങ്ങളോട് പറയാനുള്ളത്, ഒന്ന് ആഹാരത്തെ കുറിച്ചാണ്. ആഹാരത്തെ കുറിച്ച് പലരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മള് പിന്നെ ഇപ്പം സാറ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മളൊരിക്കലും ഭക്ഷണം, ഈ പ്രായത്തിൽ നമുക്ക് ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രായത്തില് ഭക്ഷണമില്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നറിയാം. മാത്രമല്ല, ഈ സമയത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ഇഷ്ടമാണ്, ചില കാര്യങ്ങൾ ഇഷ്ടമല്ല, അല്ലെ? അപ്പോ ഈ ഭക്ഷണത്തിൽ സാധാരണ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന പിന്നെ ഘടകങ്ങൾ എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഷുഗർ, ഈ കാർബോഹൈഡ്രേറ്റ്, നിങ്ങൾക്കറിയാം, പഠിക്കുന്ന കുട്ടികളല്ലേ, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് പോലുള്ള സംഗതികളാണ് നമ്മൾ സാധാരണ ആഹാരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നത്. അതിനാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന വളരെ കുറഞ്ഞ അളവിൽ കിട്ടുന്ന വിറ്റമിൻസ്, മിനറൽസ് പോലെയുള്ള ന്യൂട്രിയൻസ് നമ്മൾ പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്, ചെറിയ ചെറിയ അളവിൽ. പക്ഷെ ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് അത് ചില രോഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രം. എന്തുകൊന്നും മ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ മൈക്രോ ന്യൂട്രിയൻസ്, ഈ വിറ്റാമിനുകളും മിനറൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലാക്കുന്നത് ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ കുറയാണെങ്കിൽ, കാർബോഹൈഡ്രേറ്റ് കുറയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നത് പല വഴിക്കാണ്. അത് പച്ചക്കറിയിൽ നിന്ന് കിട്ടും, അത് ധാന്യങ്ങളിൽ നിന്ന് കിട്ടും, അത് മുട്ടയിൽ നിന്ന് കിട്ടും, അത് പിന്നെ മത്സ്യം, മാംസം, ഇങ്ങനെയുള്ള സംഗതികളിൽ എല്ലാത്തിൽ നിന്നും കിട്ടും. അപ്പൊ അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി സോഴ്സുകളിൽ നിന്ന്, അത് പച്ചക്കറി ആയി കഴിഞ്ഞാലും പഴങ്ങളും ഇങ്ങനെയുള്ള സംഗതിയല്ല, പച്ചക്കറികള്, പഴങ്ങള്, ധാന്യങ്ങള്, പലതരം ധാന്യങ്ങള്, ഇപ്പൊ പയറുവർഗ്ഗം തന്നെ പലതരത്തിലുള്ള പയറുവർഗ്ഗങ്ങളുണ്ട്. അപ്പൊ അത്തരം ആഹാരങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ആഹാരം ഏതെങ്കിലും നിലയ്ക്ക് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എല്ലാം കഴിച്ചിരിക്കണം എന്നത്. എല്ലാ ദിവസവും ഇപ്പൊ എല്ലാം കഴിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി സോഴ്സുകളിൽ നിന്ന്, പരമാവധി സ്രോതസ്സുകളിൽ നിന്ന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്താൻ കാരണം. നോക്കൂ, ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. നമ്മളെല്ലാവരും ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെല്ലാവരും പോഷണത്തിന്റെ കാര്യത്തില് മോശക്കാരാണ്. നമ്മൾക്കൊന്നും വേണ്ടതുപോലെ പോഷണം കിട്ടുന്നില്ല. ആഹാരം കഴിക്കുന്നുണ്ട്, അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൈക്രോ ന്യൂട്രിയൻസ് വേണ്ടതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അഡ്വൈസ് എന്ന് പറയുന്നത്, ഉപദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കഴിയുന്നത്ര സോഴ്സുകളിൽ നിന്ന്, പച്ചക്കറി, ഇലക്കറി, അതുപോലെ വേവിക്കാത്ത പച്ചക്കറി, പറ്റുന്നത്ര
പിന്നെ മത്സ്യമാംസം കഴിക്കാത്തവർക്കാണെങ്കിൽ അത് ധാന്യങ്ങളായിട്ട് ഉപയോഗിക്കുക കൂടുതൽ, അല്ലെങ്കിൽ തൈര് പോലുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുക, തൈര് പാല് പോലുള്ള സംഗതികളായിട്ട് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ എല്ലാം കഴിക്കാവുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾ മാറണം. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ചില കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടമാണ്, മറ്റുള്ളതൊന്നും കഴിക്കില്ല, ഇഷ്ടപ്പെടാത്ത ഒന്നും കഴിക്കില്ല, ഇഷ്ടമുള്ളത് കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം വേണ്ടതുപോലെ കിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ചർച്ചകൾ എന്തും വരികയാണെങ്കിൽ, കാരണം ഒരുപാട് പോയിന്റ്സ് പറയാനുണ്ട്, സമയം തീരെ പര്യാപ്തമല്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. പിന്നെ വ്യായാമത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ച് പോയതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു സമയമായിട്ട് ഇതിന് മാറ്റാം. പിന്നെ അല്ലെങ്കിൽ ക്ലാസ് ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞില്ലേ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ടീച്ചറെ, കുറച്ച് 1-2 കുട്ടികളോട് ചോദിക്കാം അല്ലേ ഡോക്ടർ? എന്തെങ്കിലും ചോദിക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഡോക്ടറോട് ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തില് പഠനവുമായി ബന്ധപ്പെട്ടോ മനസ്സോ ശരീരമോ ആരോഗ്യമോ എന്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിങ്ങൾക്കുള്ള സംശയം ഈ സാഹചര്യത്തിൽ ഡോക്ടറോട് ചോദിക്കാം. ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് വിളിക്കുന്നില്ല, ആരുടെ പേരും അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചു തുടങ്ങിക്കോളൂ. സമയം വെറുതെ കളയണ്ട, ചോദിച്ചു തുടങ്ങിക്കോളൂ. സാറേ, പറയൂ ഫരീദ, പറയൂ. അഫ്രൻ സാറേ, കൽപ്പകഞ്ചേരി സ്കൂളിൽ നിന്നാണ്. അഫ്രാണ്. ഓക്കെ പറയാം. പേര് കണ്ടപ്പോ ഫരീദ, പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഫിഷും മീറ്റും കൂടി ഒരുമിച്ച് കഴിക്കാൻ പ്രോബ്ലം ഉണ്ടോ? ഫിഷും മീറ്റും ആണോ ഉദ്ദേശിച്ചത്? മത്സ്യവും മാംസമാണോ ഉദ്ദേശിച്ചത്? ഹലോ, ഫിഷും മീറ്റും ആണോ ഉദ്ദേശിച്ചത്? കേൾക്കുന്നില്ല? അതെ, ഫിഷും മീറ്റും തമ്മിൽ ഒന്നിച്ച് കഴിക്കുന്നതിലല്ല പ്രശ്നമുള്ളത്. ഈ മീറ്റും തൈരും ഒക്കെ ഒന്നിച്ച് കഴിക്കുക, പാല് പോലുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ച് കഴിക്കുന്നതിനാണ് പ്രശ്നമുള്ളത്. ഫിഷും മീറ്റും ഒന്നിച്ച് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ മീറ്റിന്റെ നമ്മുടെ ഉപയോഗം അത്ര ശാസ്ത്രീയമല്ല. അതിന് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. നമ്മൾ ഫിഷ് മീറ്റോ കഴിക്കുന്നതല്ല. ഇറച്ചി മീനും നമ്മൾ സാധാരണഗതിയില് പിന്നെ ഒന്നിച്ച് പാചകം ചെയ്യാറില്ലല്ലോ, 2 വസ്തുക്കളായിട്ടല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതൊരു കൺഫ്യൂഷൻ വീണ്ടും ബാക്കിയുണ്ട്. സാർ, ഞാൻ നവ്യാണ്. പറയുന്നു നവ്യ, പറഞ്ഞോളൂ. ഞാൻ GHSS നെല്ലിക്കുത്ത് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ അച്ഛന് ഷുഗർ ഉണ്ട്. അപ്പൊ ഷുഗർ കൂടുതലാവുമ്പോ ചുണ്ടിനൊക്കെ ഒരു വണ്ണം കൂടിയ പോലെ പിന്നെ വർത്താനം പറയാനൊന്നും കഴിയില്ല. അപ്പോ അതിനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരാണെങ്കിൽ ഉപകാരമായിരുന്നു. അത് ഷുഗർ കൂടിയതുകൊണ്ടാണ് ആരാ പറഞ്ഞത്? അടുത്തുള്ളവരൊക്കെ പറഞ്ഞു. മോളെ, അത് അച്ഛൻ എത്ര കാലമായിട്ട് ഷുഗർ ഉണ്ട്? ഒരു 3-4 വർഷമായിട്ടുണ്ട്. അത് അതുകൊണ്ടാണോന്നല്ല, അത് നോക്കണം എന്താന്നുള്ളത്. ചുണ്ട് തടിക്കുന്നത് എന്തുകൊണ്ടാന്നുള്ളത് ഒരു വട്ടം ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞു. അത് ഷുഗർ കൊണ്ട് ഉണ്ടാവുന്നാണോ പറഞ്ഞേ? അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഗുളിക മരുന്ന് കഴിക്കുന്നുണ്ടോ? കഴിച്ചിരുന്നു. ഇപ്പൊ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണ്ട വിചാരിച്ചിട്ട് പേരക്കയുടെ തൂമ്പെടുത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കരുത്. അല്ല, അത് കുഴപ്പമില്ല. അത് ഷുഗർ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. HbA1c എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ടെസ്റ്റ് ചെയ്യണം. എങ്ങനെയാണെങ്കിലേ ഷുഗർ കൺട്രോൾഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഷുഗർ ചെയ്താൽ പോരാ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേരക്ക കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് ഷുഗർ കൺട്രോൾഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. സാധാരണ നമ്മൾ പറയുന്നത് നെല്ലിക്കയും മഞ്ഞളും ചേർത്ത് കഴിക്കാനാണ് നമ്മൾ സാധാരണ പറയാ. നെല്ലിക്കയും മഞ്ഞളും ചേർത്ത് കഴിക്കാം. മഞ്ഞൾപ്പൊടി, നെല്ലിക്ക, മഞ്ഞളിന്റെ നല്ല മഞ്ഞൾ പൊടിച്ചിട്ട് അത് എടുത്തു വെക്കുക. നെല്ലിക്ക, പച്ച നെല്ലിക്ക അതിന്റെ ജ്യൂസ് എടുത്തിട്ടോ, അല്ലെങ്കിൽ അത് മഞ്ഞളും കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ നെല്ലിക്ക അരച്ചിട്ട് മഞ്ഞളും കൂടി ചേർത്തിട്ട് കഴിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഷുഗർ മാറുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് മോണിറ്റർ ചെയ്യണം. അതാണ് പ്രശ്നം. കാരണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കുറെ കാലം കഴിയുമ്പോഴേക്കും ഇത് വല്ലാതെ കൂടി നിന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഷുഗർ ടെസ്റ്റ് ചെയ്യണം, എന്നിട്ടേ മരുന്ന് കഴിച്ചോളൂ. ഹലോ സർ. പറയൂ. എന്റെ പേര് നിത. നിത, പറയൂ. നമ്മള് എക്സസൈസ് ചെയ്യുമ്പോ ഇന്ന ടൈമിങ്ങിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവാൻ എന്തെങ്കിലുണ്ടോ?
അല്ല നൈറ്റിനേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ്. നിങ്ങളെ സംബന്ധിച്ച് എക്സസൈസ് വൈകുന്നേരം ആവുന്നതാണ് നല്ലത്. നിങ്ങളെ സംബന്ധിച്ച്, കാരണം നിങ്ങളുടെ എക്സസൈസ് എന്ന് പറയുന്നത് ഗേൾസ് എന്നല്ല, ഈ പ്രായത്തില് ഓക്കെ. നിങ്ങളുടെ എക്സസൈസ് എന്ന് പറയുന്നത് ബോഡിയിലുള്ള പിന്നെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ, എൻഡ്യൂറൻസ് വർദ്ധിപ്പിക്കാനൊക്കെയാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്. നേരെ മറിച്ച് പ്രായം കൂടുമ്പോൾ, കുറെ കാലം കഴിയുമ്പോൾ എക്സസൈസ് ചെയ്യുന്നത് കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിൽ കൂടുതലുള്ള കാലറിയെ ബേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കുറെ പ്രായം കഴിയുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. രണ്ടും രണ്ട് ഉദ്ദേശമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഈ പ്രായത്തിൽ എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തിൽ വേണ്ടതുപോലെ പോഷണം കിട്ടാൻ വേണ്ടിയിട്ട്, രക്തഓട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രായത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അത് വൈകുന്നേരം ചെയ്യുന്നതാണ് നല്ലത്. കുറെ പ്രായം കഴിഞ്ഞ ആൾക്കാർ അവർ ഈ ഷുഗറൊക്കെ വന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ അത് രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ പ്രായത്തിൽ വൈകുന്നേരം ചെയ്യുന്നത് നല്ലത്. തടിയുള്ളതാണെങ്കിലും അല്ല, എന്തായാലും എല്ലാ നിങ്ങളുടെ പ്രായത്തിൽ വൈകുന്നേരം ചെയ്യുന്നതാണ് നല്ലത്. താങ്ക് യു സർ. ഹലോ സർ. പറയൂ. ആ കേൾക്കുന്നില്ലല്ലോ കുട്ടി. മോളെ വർഷ ഉള്ള കുട്ടിയാണോ സംസാരിക്കുന്നത്? ഹലോ സർ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ പേര് വർഷ, GHS പറവണ. സാർ, ഈ ഉഴുന്നും ഈറ്റും കൂടെ കഴിക്കുമ്പോ പ്രശ്നമുണ്ടോ? മോളെ ഉഴുന്ന് ഏതിന്റെ കൂടെ? മീറ്റോ? ഇറച്ചീന്റെ കൂടെ കഴിക്കുമ്പോ. അത് എന്ത് ഐറ്റമായിട്ടാ കഴിക്കുന്നത്? ഇഡലി, ഉഴുന്നുവട, അങ്ങനത്തെ. ഇഡലി. വലിയ പ്രശ്നങ്ങൾ. റെഗുലർ ആയിട്ട് കഴിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ ഈ തൈര് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോ പാണ്ട് വരുന്നു പറയുന്നുണ്ട്. പാണ്ടെന്നുള്ളതല്ല, തൈര് കൂടുതലായിട്ട് ഡെയിലി 2-3 പ്രാവശ്യം ഉപയോഗിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പാല് കുടിച്ചിട്ടല്ലേ തൈരാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ തൈരിലുള്ള ഹെവിനെസ് കൂടുതലാണ്. തൈര് കുറച്ചും കൂടെ ഹെവിയാണ്. അപ്പൊ അതിങ്ങനെ റെഗുലർ ആയിട്ട് ദിവസവും 3-4 നേരം തൈര് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് ഹെൽത്തി അല്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു നേരം ഒക്കെ തൈര് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലായോ? അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൈര് മോരാക്കി ഉപയോഗിച്ചോളൂ. തൈര് അതിന്റെ നെയ്യൊക്കെ കളഞ്ഞിട്ട് അത് മോരാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. തൈരായിട്ട് തന്നെ ഡെയിലി ഉപയോഗിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. അത് വേറെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഞാനിപ്പോ പറയുന്നില്ല. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഇടയ്ക്ക് ഉപയോഗിച്ചാൽ മതി. ചില ആൾക്കാർക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ ശ്വാസം മുട്ടൽ കൂടും, കഫം കൂടും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാത്തവര് ഡെയിലി യൂസ് ചെയ്യേണ്ട. ഒരു ആൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ വേണമെങ്കിൽ ഒരു നേരമൊക്കെ ആയിട്ട് നമുക്ക് തൈര് നന്നായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റില്ല. സർ, അതേപോലെ തന്നെ ഈ വിരുദ്ധാഹാരങ്ങൾ ഏതൊക്കെയാണ്? വിരുദ്ധാഹാരങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു ക്ലാസ് മുഴുവൻ വേണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടത്തില് ഈ പാലും പുളിയുള്ള പഴങ്ങളും വിരുദ്ധാണ്. നമ്മള് ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന സമയത്ത് അതില് മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കില്ലേ, അപ്പൊ അതൊക്കെ കുറച്ച് വിരുദ്ധാണ്. ഈ തൈരും മാംസവും ഉപയോഗിക്കുന്നത് കുറച്ച് വിരുദ്ധാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മത്സ്യവും പാലും, ഇപ്പൊ മത്സ്യം കഴിച്ച ഉടനെ പാല് കഴിക്കുക എന്ന് പറയുന്നത് വിരുദ്ധാണ്. സാധാരണ നമ്മുടെ ലൈഫിലുള്ള വിരുദ്ധങ്ങൾ ഇത്രയൊക്കെയാണ്. പക്ഷെ വിരുദ്ധം എന്നുള്ളത് വേറൊരു വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ സർ, താങ്ക് യു സർ. സർ, പറയൂ. ഈ എക്സസൈസ് ചെയ്യുമ്പോ ടൈം എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സാധാരണ അല്ല, ഒരു പൊതുവെ നമ്മൾ പറയുന്നത് ഒരു 40 minutes to 1 hour ആണ് ഒരു ആവറേജ്. അത് കുട്ടികളെ നിങ്ങളുടെ പ്രായത്തിൽ അരമണിക്കൂറൊക്കെ ശരിക്കും നിങ്ങൾ ഒരു റെഗുലർ ആയിട്ട് അരമണിക്കൂർ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പോ നമ്മുടെ സാഹചര്യത്തിൽ ഇപ്പൊ പുറത്ത് നടക്കാത്തത് കൊണ്ട് ഒരു സ്കിപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 10-15 മിനിറ്റ് ചെയ്താൽ മതി. എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുമോ? എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. ചെറിയ കുട്ടികളെ ഇപ്പൊ വളരെ ചെറിയ കുട്ടികൾക്ക് പറ്റില്ല. ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എക്സസൈസ് ഒന്നും ആവശ്യമില്ല. അവര് റെഗുലർ ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. അവരിങ്ങനെ കൃത്യമായിട്ട്. പക്ഷെ ഒരു അഡോളസൻസ്, അതായത് നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ റെഗുലർ ആയിട്ട് തന്നെ എക്സസൈസ് ചെയ്യണം. ഓക്കെ സർ. റെഗുലർ ആയിട്ട് ചെയ്യണം. ഓക്കെ സർ, താങ്ക് യു. സർ, എന്റെ പേര് അൻസിഫ് എന്നാണ്. ഹലോ. പറയൂ.
ഹലോ, ഈ അരിഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് തടി കൂടാനുള്ള സാധ്യതയുണ്ട്. അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അല്ല തടി കൂടുന്നത്. നമ്മൾ അരിഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരിഭക്ഷണം നമ്മൾ ഒരു നേരത്തെ ആഹാരം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത നേരത്തെ അരിഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് അബ്സോർബ് ചെയ്തിട്ട് അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സാധാരണ അരിഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് പക്ഷെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത. ഹലോ, അപ്പൊ അതുകൊണ്ട് അരിഭക്ഷണത്തിന്റെ ഇടയില് നമ്മൾ റെഗുലർ ആയിട്ട് അരിഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ അരിഭക്ഷണം അല്ലാത്ത എന്തെങ്കിലും പച്ചക്കറികളോ അല്ലെങ്കിൽ പച്ചക്കറി വേവിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ, കാരണം അരിഭക്ഷണം ഒഴിവാക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ അരിഭക്ഷണം മാത്രമായിട്ട് 3-4 നേരം കഴിക്കുന്നതിന് പകരം ഇടയില് ഏതെങ്കിലും ഒരു നേരത്ത് ചപ്പാത്തിയോ അല്ലെങ്കിൽ റോ വെജിറ്റബിൾസോ അങ്ങനെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഒരു ഇൻ ബിറ്റ്വീൻ നമ്മൾ പറയുന്ന പോലെ കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അരിഭക്ഷണം കഴിച്ചിട്ട് തടിക്കുന്നു എന്ന് പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് മാറുന്നു? ഫാറ്റ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് നല്ലോണം അരിഭക്ഷണം കഴിക്കുകയും നന്നായിട്ട് എക്സസൈസും ചെയ്യുകയാണ് വേണ്ടത്. അരിഭക്ഷണം ഒഴിവാക്കല്ല വേണ്ടത്. ഒരിക്കലും ഭക്ഷണം നമ്മൾ ഒഴിവാക്കരുത്. ഭക്ഷണം ഒഴിവാക്കിയിട്ടല്ല നമ്മൾ തടി കുറക്കേണ്ടത്. ഭക്ഷണം കഴിക്കണം, പ്ലസ് തടി കുറക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. അതാണ് എന്റെ കോമ്പിനേഷൻ. കാരണം ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പം, ഈ പ്രായത്തിൽ നിങ്ങൾ അരിഭക്ഷണം കുറച്ചാലും അരി മാത്രമല്ല കുറയുക, അരിയില് ഈ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിന്റെ പിന്നെ ചില വിറ്റമിൻസ് ഉണ്ട് അതിന്റെ ഇതിലൊക്കെ, പിന്നെ തവിടിലൊക്കെ വിറ്റമിൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങളും കൂടി നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അരിഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് അടക്കം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം ഒന്നും ഒഴിവാക്കല്ല വേണ്ടത്. ഭക്ഷണം പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കണം, അത് വേണ്ട സമയത്ത് തന്നെ കഴിക്കണം. പ്ലസ് നമുക്ക് എന്തെങ്കിലും അങ്ങനെ തടി കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ എക്സസൈസിൽ കോമ്പൻസേറ്റ് ചെയ്യണം. അതാണ് വേണ്ടത്. ഒരു നേരം വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം, ചപ്പാത്തി കഴിക്കലോ വേറെ എന്തെങ്കിലും കഴിക്കുന്നതായിട്ട് നമുക്ക് മാറ്റിപ്പിടിക്കാം. അതാണ് കുറച്ചും കൂടെ ഹെൽത്തി. ഫരീദ പറയൂ. പഠിക്കാൻ ഏറ്റവും ഷാർപ്പായ ടൈം ഏതാ? മോളുടെ അഭിപ്രായം എന്താ? മോർണിംഗോ? മോർണിംഗ് ആണ്. അല്ല, മോളുടെ അഭിപ്രായം മോർണിംഗ് ആണെന്നാണല്ലോ അല്ലെ? മോർണിംഗിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ റെസ്റ്റ് എടുത്തതിന് ശേഷം ബ്രെയിൻ വളരെ ആക്റ്റീവായിട്ട് വേറെ ഒന്നും വരാതിരിക്കുന്ന ഒരു സമയമാണ്. രണ്ടാമത്തത്, പ്രകൃതിയിൽ വലിയ ശല്യങ്ങളൊന്നുമില്ല, പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അത് സാധിക്കാറില്ല. അപ്പൊ പിന്നെ അവരുടെ സൗകര്യമുള്ള സമയം എന്ന് പറയാനേ പറ്റുള്ളൂ. ബെസ്റ്റ് ടൈം നമ്മൾ സാധാരണ ആയുർവേദത്തിൽ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയും. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുന്നേ എഴുന്നേൽക്കുകയും സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള നല്ല വെളിച്ചം വരുന്നതിന് മുന്നേ ഉള്ള 2 മണിക്കൂർ നേരമാണ് ശരിക്കും പിന്നെ പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. പല കാരണങ്ങളുമുണ്ട്, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഉണ്ട്. ഹലോ സാർ. പറയൂ. സാർ, എന്റെ പേര് അൻഷിഫ് എന്നാണ്. ഇപ്പോ ഒരു 15-16 ഏജിലുള്ള കുട്ടികൾക്ക് എത്ര ടൈം വരെ മൊബൈൽ യൂസ് ചെയ്യാം? ഇത് പിന്നെ ഞാൻ പറയുന്നത് അതിന് ഒരു സ്റ്റാൻഡേർഡ് കണക്കില്ല, അങ്ങനെ ഒരു കണക്കല്ല ഉള്ളത്. നിങ്ങൾക്ക് 2-3 മണിക്കൂർ നേരെയൊക്കെ ഇടവിട്ട് ഉപയോഗിക്കാം. അരമണിക്കൂറാണ് അറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള ഒരു സയന്റിഫിക്കലി പ്രൂവൺ ടൈം അരമണിക്കൂറാണ്. അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ പിന്നെ 1 മണിക്കൂർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഈ കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്ന നിറങ്ങൾ കാണുക. പച്ച നിറം, ഇപ്പൊ പുറത്തേക്കൊന്ന് നോക്കിയിട്ടൊന്ന് ഒരു പച്ചപ്പിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഒരു നീല നിറം ആകാശത്തേക്ക് നോക്കുക. സൂര്യനെ നോക്കരുത്, ആകാശത്തേക്ക് നോക്കുക. അങ്ങനെ കണ്ണിന് റിലാക്സേഷൻ കൊടുക്കുന്ന കാഴ്ചകൾ കാണുക. ഒന്ന്. രണ്ടാമത്തെ, കണ്ണൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകുക. ഓക്കെ, പറ്റുന്നത്ര ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ അറ്റ സ്ട്രെച്ച് ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് എങ്കിലും ഇരുട്ടത്തിരിക്കുക. അതായത് വാതിലൊക്കെ അടച്ചിട്ട് അല്ലെങ്കിൽ കണ്ണിലൊരു തുണിയൊക്കെ മൂടിയിട്ട് കണ്ണ് ഇരുട്ട് സാധാരണ ഈ വെളിച്ചം വരാത്ത തരത്തിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ഒരു 2-3 മണിക്കൂർ നേരം വരെ ഒരു ദിവസം കണ്ണ് ഉപയോഗിക്കുന്നത് പ്രശ്നമില്ലാത്തതാണ്. അതിൽ കൂടുതൽ എന്തായാലും പ്രശ്നമാണ് എന്നാണ് സാധാരണ നമ്മുടെ ഒരു കണക്ക് പറയുന്നത്. സ്ക്രീൻ ടൈം 2 to 3 hours എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഓക്കെ സാർ, താങ്ക് യു. സർ, ഈ കുട്ടികൾക്ക് എത്ര മണിക്കൂർ വരെ ഉറങ്ങാൻ പറ്റും? നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് 8 മണിക്കൂർ, 6 മുതൽ 7.5 മണിക്കൂർ, 8 മണിക്കൂർ വരെ ഉറങ്ങാം. 16 വയസ്സല്ലേ? ഓക്കെ, 7-7.5 മണിക്കൂർ ഉറങ്ങാം.
അതുപോലെ തന്നെ പക്ഷെ അത് ഉറങ്ങുന്നതിന്റെ സമയമല്ല പ്രശ്നം. നിങ്ങളൊരു 9:30 ഉറങ്ങിയിട്ട് രാവിലെ 7.5 മണിക്കൂർ കഴിയുന്ന ഒരു സമയത്ത് എഴുന്നേക്കാണ് ഏറ്റവും നല്ലത്. അല്ല 12 മണിക്ക് ഉറങ്ങിയിട്ട് 7:30 എഴുന്നേക്കലല്ല. ഒരു 9:30 ഉറങ്ങിയിട്ട് നേരത്തെ ഒരു 4:30 5 മണിക്ക് എഴുന്നേക്കലാണ് ഐഡിയൽ എന്ന് പറയുന്നത്. ഞാൻ 9:30 ഉറങ്ങിയിട്ട് 5 മണിക്ക് എണീക്കും. നല്ലതാണ്. അപ്പൊ സർ ഈ ഭക്ഷണം കഴിച്ചാല് തടിയില്ല, അതെന്തുകൊണ്ടാ? തടി ഇല്ലാന്നോ? ഭക്ഷണം കുറെ കഴിക്കുന്നുണ്ട്, പക്ഷെ തടി വരുന്നില്ല. ഞാൻ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾക്കിപ്പോ 16 വയസ്സല്ലേ ആയുള്ളൂ ഇല്ലേ? തടി ഇല്ലാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ജനറ്റിക് കാരണങ്ങളുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും തടിയുടെ പ്രശ്നമുണ്ട്. ആഹാരം കഴിക്കാത്തത് കൊണ്ട് മാത്രമല്ല തടി ഉണ്ടാവാത്തത്. ഇനി അബ്സോർപ്ഷന്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കണം. തടി അല്ല പ്രശ്നം. നമ്മൾ ബ്ലഡ് നോക്കുമ്പോഴേ ഹീമോഗ്ലോബിൻ പോലുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ കുറവുണ്ടോ എന്ന് നോക്കണം. അത്രേ ഉള്ളൂ. മറ്റ് തടി എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തടി വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 21 വയസ്സ് വരെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏത് ഘട്ടത്തിലാണ് തടി വരിക നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് അതൊരു ടെൻഷനായിട്ട് എടുക്കണ്ട. പക്ഷെ തടി കുറയുന്നു എന്നുള്ളതല്ല, ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവുക, ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടാവുക, ശരീരത്തിൽ വേദന ഉണ്ടാവുക, ക്ഷീണം, ഉറങ്ങാൻ പറ്റാതെ കൂടുതൽ ഉറങ്ങുക, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും തടി കുറവും കൂടെ ഒന്നിച്ചു വരുന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താ പ്രശ്നം എന്നുള്ളത്. അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. തടി കുറയുന്നു എന്നുള്ളത് മാത്രമായിട്ടൊരു പ്രശ്നമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ഓക്കെ സർ. അതുപോലെ തന്നെ ഈ നീളമില്ലാത്തതോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. നീളം ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാക്കേണ്ടുന്ന കാര്യമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. നീളം വെക്കാൻ ഇപ്പൊ അത്രയ്ക്കും നീളം കുറവാണ്. മോൾക്ക് ഇപ്പൊ നീളം എത്ര ഉണ്ട് നോക്കിയിരുന്നോ? എന്തെന്ന് അറിയില്ല. ഓക്കെ, അത് ഇപ്പത്തെ നിലയില് അത് കൺസേൺഡ് ആവേണ്ടുന്ന കാര്യമില്ല. പിന്നെ ചില അസുഖങ്ങളിൽ നീളം കുറവുണ്ടാവാം. പക്ഷെ അതിപ്പോ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തത്, ആ നീളം വെക്കുക, നീളം കുറയുക എന്നുള്ളത് ഒരു 21 വയസ്സ് കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് കൺസേൺഡ് ആയാൽ മതി. ഇപ്പൊ നിലയില് നമുക്ക് അത് നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിയാണ് എന്ന് വിചാരിക്കുക. ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഇത്ര ആലോചിച്ചാൽ മതി. അതിനെക്കുറിച്ച് കൺസേൺ ആവണം. ഡോക്ടർ, നമുക്ക് സമയം 6:18 അതെ, നിർത്താം. കുട്ടികൾക്ക് ഇഷ്ടം പോലെ സംശയമുണ്ട്, സ്വാഭാവികമാണല്ലോ. അതെ, സംശയങ്ങൾ ഇനിയും ഉണ്ടാവും. നമുക്കപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. വിദ്യുള്ള സാറില്ലേ? സാറ് പോയോ? ഞാൻ പോയിട്ടില്ല. ഞാൻ ഇത്ര നേരം ഒരു നമ്മുടെ NSSന്റെ ഒരു പ്രോഗ്രാമിൽ കുറെ പ്രോഗ്രാമിലിരിക്കും, പക്ഷെ ഇത്ര നേരം ഒരു പ്രോഗ്രാമിൽ ഇരുന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾ അറിയേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഗതിയാണ്. ഞാനും കുറെ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ ഡോക്ടർ ക്ലാസ്, ഡോക്ടർ ക്ലാസ് ഒക്കെ കേൾക്കാൻ, ഇത്തരം ക്ലാസ്സുകൾ, ആരോഗ്യ ക്ലാസ്സുകൾ കേൾക്കാൻ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര നേരം ഇരുന്നത്. ഓക്കെ, ഡോക്ടർക്ക് പ്രത്യേകം 2 ഡോക്ടേഴ്സിനും താങ്ക്സ്. ഷിബെ നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. NSS ലീഡർ ഷിബെ. മനസ്സൊന്നാവട്ടെ. കൗമാര ജീവിതശൈലി സാധാരണ ക്ലാസ്സാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വഹിക്കുന്ന പല ആശങ്കകളും ഇതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. പല പല ആക്ടിവിറ്റികളും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകർത്തണം. നമ്മുടെ പരിപാടിക്ക് സ്വാഗതം ചെയ്ത നമ്മുടെ സ്കൂളിന്റെ NSS ചാർജുള്ള നമ്മുടെ പ്രിയ ടീച്ചർ ശ്രീമതി ശ്രീകല ടീച്ചർക്കും, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കുറ്റിപ്പുറം മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ ഉബൈദുള്ള സാറിനും, വളരെ മനോഹരമായി ക്ലാസ് എടുത്തു തന്ന ഡോക്ടർ വിനോദ് കുമാർ സാർ, അതുപോലെ ഡോക്ടർ ഇന്ദുദാസ് അവറുകൾക്കും, എന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ പേരിലും NSS കുടുംബാംഗങ്ങളുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ ശിവ. ഓക്കെ, താങ്ക് യു. ശരി.